hello. This is last. ഇത് നമുക്ക് ബ്ലൂപ്പേഴ്സ് ഇടാം. Done. Hello. അപ്പോ ഇന്ന് ഇന്റെ ഫസ്റ്റ് കട്ട്. ഹലോ ഗായ്സ് എന്ന് ഞാൻ പറഞ്ഞ. ഓക്കെ 1 2 3. ഹലോ. അപ്പോ ഇന്ന് ഇന്റെ ഫസ്റ്റില് സിറ്റ് ഡൗൺ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കണത്. ദിസ് ഈസ് മൈ roommate/friend/classmate മാമിക PV. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കുറെ ആയി പ്ലാൻ ചെയ്യണം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന്. മാമീനെ കൊളാബ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്നുണ്ടായിരിക്കുക. എന്താ വീഡിയോ എന്നല്ലേ, ലൈക്ക് എന്താ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഹോസ്റ്റൽ എസെൻഷ്യൽസ് അല്ല വാട്ട് ടു പാക്ക് ഫോർ അബ്രോഡ് MBBS സ്റ്റുഡൻസ് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഭയങ്കര ഒരു പ്രശ്നമാണ്. ബിക്കോസ് ഇതിങ്ങനെയാണല്ലോ ആദ്യമായിട്ട് വീഡിയോ എടുക്കണം. പാക്ക് ചെയ്യാനുള്ള ഫുൾ ലിസ്റ്റ് ഇവിടെ റെഡിയാണ്. താങ്ക്സ് ടു ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എല്ലാവരോടും ചോദിച്ച് ലൈക്ക് റാൻഡം പീപ്പിളൊക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് ഒരു ലിസ്റ്റ്. ഒരാൾ നടന്നു പോകുന്ന കാണുന്ന സമയത്താണ് നമുക്ക് അത് വേണം അങ്ങനെയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റാണ്. മാമി ഒന്ന് കൂടെ തിരിച്ച് കാണിക്കും. കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഇതാണ് ലിസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സീരിയസ് ആയിട്ട് തുടങ്ങാം. ഓക്കെ. നമുക്ക് വീഡിയോന്റെ ലെങ്ത് കൂട്ടാൻ വലിയ ആഗ്രഹം ഇല്ല. മാമി ഫസ്റ്റ് തുടങ്ങിക്കോ. ഓക്കെ. ഫസ്റ്റ് തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം ഡ്രസ്സ് വെച്ചിട്ടാണ്. ഒരു തണുപ്പത്ത് രാജ്യത്ത് പോകുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ വെയിറ്റ്. ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ മുന്നേ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാ പറയാം? ക്ലൈമറ്റ് ഇവിടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വിന്ററിൽ -15 വരെ പോകും. സമ്മറിൽ അതേപടി ചൂട് ലൈക്ക് 25 30 ആ ഒരു 40 ആ ഒരു റേഞ്ചിൽ ടെമ്പറേച്ചർ പോകും സമ്മറിൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്ററിൽ -15ലും സമ്മറിലുള്ള നമ്മുടെ ചൂട് രണ്ടിനും ലൈക്ക് ആയിട്ടുള്ള ക്ലോത്ത്സ് നിങ്ങൾ കൊണ്ടുവരണം. പക്ഷേ ലൈക്ക് എന്തായാലും ഫ്ലൈറ്റിലൊക്കെയാണ് വരുന്ന സമയത്ത് വെയിറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. സോ അത് നോക്കിയും കണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുവരണം. മെജോറിറ്റി ടൈം എന്തായാലും വിന്റർ ആയിരിക്കും നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത്. വരുന്നത് സെപ്റ്റംബർ ഒക്കെ ആണെങ്കിൽ സെപ്റ്റംബർ ടു ഫെബ്രുവരി മാർച്ച് ഏകദേശം വരെയൊക്കെ നിങ്ങൾക്ക് ലൈക്ക് ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിരിക്കും. സോ മെജോറിറ്റി വിന്റർ ക്ലോത്ത്സ് എടുക്കുക. പിന്നെ ഒരു 2 മാസം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഒരു 4 months ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് സമ്മർ ഉണ്ടാവും. അതായത് മാർച്ച് കഴിഞ്ഞ് ഒരു ഏപ്രിൽ മെയ് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ചൂട് കുറച്ച് ആയി തുടങ്ങണം. അപ്പൊ അതിനൊരു സമ്മർ ക്ലോത്ത്സ് നിങ്ങൾ കൈമിൽ വെക്കണം എപ്പോഴും. ലൈക്ക് ഈ ക്ലൈമറ്റിനനുസരിച്ച് തന്നെ ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെതർ ആപ്പ് നോക്കാണ്ട് ജീവിക്കൂല. നമ്മള് കുളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ കുളി കഴിഞ്ഞ് വന്നാലും ഞാൻ നോക്കും, അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ നോക്കും ലൈക്ക് ഇന്ന് എത്ര ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോവാ, നാളെ എത്തുമായിരിക്കും. സോ അതിനനുസരിച്ച് നമുക്ക് തിക്കായിട്ടുള്ള ഡ്രസ്സ് വേണം തിന്നായിട്ടുള്ള ഡ്രസ്സ് വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്നൊന്നും വെതർ നോക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. പക്ഷെ ഇപ്പം വെതർ ആപ്പിലാണ് എല്ലാവരും ഉണ്ടാവുക. ലൈക്ക് ഓക്കെ നാളെ രാവിലെ ഇപ്പം 8 മണിക്ക് ക്ലാസ്സിലെ സമയത്ത് നമ്മൾ 9 ഡിഗ്രി സെൽഷ്യസ് 8 ഡിഗ്രി സെൽഷ്യസ് ഇപ്പൊ കറന്റ് ഉണ്ടാവുക. ലൈക്ക് വിന്റർ ഒക്കെ വരുന്ന സമയത്ത് അത് നല്ല അതിന്റെ -1 -2 അതിലൊക്കെയാവും പോവാ. രാവിലത്തെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ അടിപൊളി ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്രസ്സാണ് എടുക്കേണ്ടത്. ആദ്യം വിന്റർ ക്ലോത്ത്സ് എന്ന് തുടങ്ങാം കേട്ടോ. വിന്റർ ക്ലോത്ത്സ് ലൈക്ക് ജാക്കറ്റ് ആരും നാട്ടിൽ നിന്ന് വാങ്ങിക്കരുത്. ലൈക്ക് 10,000 20,000 കൂടുതൽ ഡെക്കാത്ലോൺ പോലത്തെ സ്ഥലത്ത് നിന്നും പോയിട്ട് ജാക്കറ്റ് മേടിച്ചിട്ട് വരണ്ട. അതിൻ്റെ ഒരു ആവശ്യം. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ജാക്കറ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഈവൻ ദോ നിങ്ങളിപ്പോൾ അവിടെ നിന്ന് നല്ല കട്ടിയുള്ള ജാക്കറ്റ് മേടിച്ചാലും ഇവിടുത്തെ വിന്ററിന് എപ്പോഴും ആ നാട്ടിൽ തന്നെ പോയിട്ട് ജാക്കറ്റ്സ് മേടിക്കുന്നതാണ് എപ്പോഴും സേഫർ ഓപ്ഷൻ. അത് മാത്രമല്ല നാട്ടിലത്തെ ജാക്കറ്റ് വെച്ചൊന്നും ഇവിടെ ഒന്നും നടക്കില്ല. അത്രയും ക്യാഷ് നമ്മൾ ചെലവാക്കുകയും ചെയ്യും, പക്ഷെ അതിന് ഇവിടെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇവിടെ ഒരു 2,000 to 3,000 ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ജാക്കറ്റ് കിട്ടും. അല്ലാണ്ട് നാട്ടിൽ നിന്ന് ഒരു 5,000 എബവ് എന്തായാലും വരും ഒരു ജാക്കറ്റ് വാങ്ങിക്കുന്നത്. അതാണെങ്കിൽ നമുക്ക് ആവശ്യം ലൈക്ക് അത് ഇത്ര വിന്റർ ഒന്നും അത് ഇതാക്കാൻ പറ്റില്ല. ലൈറ്റ് ആയിരിക്കും എന്തായാലും ഉണ്ടായിരിക്കും. സോ അത്യാവശ്യം തിക്കായിട്ട് ജാക്കറ്റ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക. പിന്നെ നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും ഇത് കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇല്ല. എന്തായാലും ഒരു 50 kg നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നുള്ളൂ ലൈക്ക് വെയിറ്റ് ഒക്കെ വരുന്ന സമയത്ത്. അപ്പം അതിൻ്റെ കൂടെ ഒരു വലിയൊരു ജാക്കറ്റും കൂടി കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും എക്സ്ട്രാ kg ആവും. സോ കയ്യിലൊരു ചെറിയൊരു കുഞ്ഞു ജാക്കറ്റ്
ലൈറ്റ് ആയിട്ട് ജാക്കറ്റ് ഫസ്റ്റ് സാധനം, ഒരു ലൈറ്റ് ജാക്കറ്റ് ഫസ്റ്റ് ആയിട്ട് നമ്പർ ഇവിടെ വരുന്ന സമയത്ത് ലൈക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. കാരണം നവംബർ പകുതി ഒക്കെ ആകുമ്പോഴായിരിക്കും തണുപ്പ് കൂടി വരിക. സോ നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ജാക്കറ്റ് മാത്രം എടുക്കുക. പിന്നെ ഇവിടുന്ന് സമയം ഉണ്ടല്ലോ, ഇവിടെ നോക്കിയിട്ട് നമുക്ക് ജാക്കറ്റ് മേടിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് വൺ ഒരു ലൈറ്റ് ജാക്കറ്റ്. സെക്കൻഡ് വരാൻ പോകുന്നത് തെർമൽസ്. നിങ്ങളൊരു വെരി ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ 5-6 പേര് മാക്സിമം നമ്മൾ എടുക്കണം. മാക്സിമം പറ്റാവുന്ന അത്രയും എടുക്കാം. എന്തായാലും ഒന്ന് നിർബന്ധമായിട്ട് വേണം. ഞാനുണ്ടല്ലോ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ പാക്കിംഗ് നോക്കിയ സമയത്ത് തേർമൽസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ തേർമൽസ് ഒക്കെ, ഞാൻ ഇതുവരെ തണുപ്പുള്ളവർ പോയിട്ടില്ല. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണോ അവിടെ ഉള്ള ആൾക്കാർ ജീവിക്കുന്നത്. അപ്പൊ തേർമൽസ് ഒക്കെ നെസസറി ആണ്, വെറുതെ ആണ് ഇതൊക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്ന സമയത്താണ് മനസ്സിലായത് ദാറ്റ് ഈസ് എ ലൈഫ് സേവിങ് തിങ്. തേർമൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും തേർമൽസിന്റെ ഒക്കെ യൂസ്. -15 നടക്കുന്ന സമയത്ത് ജീന് ഇടുന്നതേ ഒരു അതിനുള്ളിൽ നമുക്ക് കാറ്റ് കിട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റും. സോ തേർമൽസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മാക്സിമം ഒരു 2 പേരെങ്കിലും എടുക്കുക. തണുപ്പല്ലേ, അപ്പൊ നമ്മൾ വേർക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് ലൈക്ക് മാറിയിടാൻ വേണ്ടി 2 ഇപ്പൊ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് കുറെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ലിമിറ്റ് ആയിട്ട് 1 എന്തായാലും വേണം. ഇനി പറ്റുകയാണെങ്കിൽ 2 എടുക്കുക. പിന്നെ റൂമിൽ ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ പാട് ബെഡിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നൂല. വിന്റർ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ബെഡ് നമ്മൾ അടിയിരിക്കാൻ തോന്നുന്ന ഒരു ടൈമാണ്. പക്ഷെ നമുക്ക് ഇറങ്ങിയേ പറ്റൂ, ക്ലാസ് ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ റൂമിൽ നിന്ന് നമുക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഹീറ്റർ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് റൂമിൽ എത്ര പോയാലും -15 പുറത്ത് എത്തിക്കാനുള്ള ഹീറ്റർ ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ. സോ എന്തായാലും കുറച്ച് തണുപ്പൊക്കെ ചിലപ്പോൾ റൂമിലുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു കാർഡിഗൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് എന്താ പറയാ സ്വെറ്റ് ഷർട്ട് പോലത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കുന്നത് സേഫ് ആയിരിക്കും. ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് തിക്കായിട്ടുള്ള ഡ്രസ്സ് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. അതെ, വിന്റർ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞ് ക്ലൈമറ്റ് ആയിട്ട് അഡാപ്റ്റ് ആവാൻ ഒരുപാട് ടൈം എടുക്കും. ആ സമയത്തൊക്കെ അസുഖങ്ങൾ പിടിക്കാനും എല്ലാവരും ഭയങ്കര ചാൻസസ് ആണ്. സോ മാക്സിമം നമ്മളെ തന്നെ വാമായി വെക്കുക, കഴുത്തൊക്കെ കവർ ചെയ്ത് നടക്കുക. കഴുത്ത് വന്ന ടൈമിൽ എന്തായാലും എല്ലാവരും ജാക്കറ്റ് മൊത്തം സിപ്പിട്ട് സ്റ്റൈലാക്കിയിട്ട് ഊരി നടക്കുക, അങ്ങനെ ഒന്നും നോക്കണ്ട. ഫുൾ കവർ ചെയ്ത് ഇവിടെ ഒരു സ്ഥിരമായിരുന്നു. അപ്പൊ മാക്സിമം ഫുൾ കവർ ചെയ്ത് നടക്കുക എന്നാണ് പറയാനുള്ളത്. അതാണ് റൂമിൽ ഇടാൻ വേണ്ടി വേറെ ഒരു കുഞ്ഞു ജാക്കറ്റ് ലൈക്ക് ഒരു കാർഡിഗൻ സ്വെറ്റ് ഷർട്ട് അതേപോലെ തന്നെ സാധനം. മൂന്നാമത്തത് ഓക്കെ. പിന്നെ സമ്മർ ക്ലോത്ത്സ് നമ്മൾ നാട്ടിലിടുന്ന. ഒരു മിനിറ്റ്. പിന്നെ ഗ്ലൗസ് വേണം. പിന്നെ നെക്കിലിടുന്ന സാധനല്ലേ സ്കാർഫ് അല്ലെങ്കിൽ മറ്റേ ഈ കപ്പിന്റെ കൂടെ ലൈക്ക് ആ സംഭവം സാധനം അത് ഞങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഗ്ലൗസിന് കൂടെ. അതൊക്കെ പറ്റുകയാണെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതൊക്കെ വേണം എന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. ഈ നാട്ടുകാർ ഗ്ലൗസ് ഒന്നും ഇടാറില്ല കേട്ടോ. പക്ഷെ നമുക്ക് അത്യാവശ്യം ലൈക്ക് ഏറ്റവും കൂടുതൽ എന്തായാലും നമുക്ക് തണുക്കാൻ പോകുന്നത് കൈയായിരിക്കും. ജാക്കറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കയ്യനെ നമുക്ക് നമ്മളെപ്പോഴും ലിറ്ററലി ജാക്കറ്റിന്റെ പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ടാണ് നടക്കല് എപ്പോഴും. അത്ര തണുപ്പായിരിക്കും. സ്നോഫോൾ ഉള്ള സമയത്താണ് ഗ്ലൗസിന്റെ ആവശ്യം ഉണ്ടാവും. കാരണം നമ്മൾ തൊടുന്ന സമയത്ത് ഈ തണുപ്പാവുന്ന സമയത്ത് നമ്മളെ കൈ ഇങ്ങനെ ലൈക്ക് കടയൂലേ, അങ്ങനെയാവും. നമുക്ക് കുറച്ച് സമയം മാത്രമേ സ്നോക്ക് ലൈക്ക് കൈമിൽ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്ലൗസ് ഉണ്ടെങ്കിൽ തന്നെ ലൈക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ഞങ്ങളുടെ ഒക്കെ കൈ അങ്ങനെ മരവിച്ച് നമുക്ക് ഇങ്ങനെ വേദനിക്കില്ല, ഫീൽ ആവില്ല. പിന്നെ അങ്ങനെയാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ മോശം സിറ്റുവേഷൻ ആണ്. സോ എല്ലാരും സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടുന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ കൊണ്ടുവരാം. അത് നിങ്ങളുടെ ഓപ്ഷൻ ആയിട്ടുള്ള വെയിറ്റ് നോക്കുക. ബിക്കോസ് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. ആൻഡ് അങ്ങനെ പറയുന്ന ഒരു കാര്യം വെച്ച് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാല് ഇവിടുന്ന് മേടിക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാം. പക്ഷെ ആദ്യം വന്ന പാട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ സാധനം ഇവിടെ പോയി മേടിക്കണം എന്നൊക്കെ ഉള്ളത്. സോ അങ്ങനത്തെ സാധനം ലൈക്ക് നെസസിറ്റീസ്, ബേസിക് നെസസിറ്റീസ് ഇല്ലേ, ഈ ഷവർ ജെൽ, ഷാംപൂ, കണ്ടീഷണർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടും. പക്ഷെ വന്ന ടൈം നിങ്ങൾക്ക് അത് പോയിട്ട് ഇപ്പൊ മേടിക്കണം പറ്റാം എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കുമല്ലോ നിങ്ങൾ. ചിലപ്പോൾ വന്നൊന്ന് സെറ്റിൽ ആവാൻ ടൈം എടുക്കുമല്ലോ. പക്ഷെ ഈ ഗ്ലൗസ് ഒക്കെ ഇവിടുന്ന് മേടിക്കാനുള്ള ഓപ്ഷൻ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ വിന്റർ ആവാൻ ടൈം ഉണ്ട്. അപ്പൊ ആ ടൈമുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് പോയി മേടിക്കാം. നല്ലൊരു ടൈം നിങ്ങൾക്ക് കിട്ടും സെറ്റിലായിട്ട്. ഓക്കെ, അതൊരു പോയിന്റ്. പിന്നെ സമ്മർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലിടുന്ന എന്തും നമുക്ക് കുർത്ത, സ്ലീവ്ലെസ് ടോപ്സ് ഒക്കെ ഇവിടെ അലൗഡ് ആണ്. യൂണിവേഴ്സിറ്റിയിൽ അത്ര പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കയറി ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് നമ്മൾ വൈറ്റ് കോട്ട് ഇടും. സോ നമുക്ക് പുറത്ത് ചൂടത്ത് നടക്കാനുള്ള ഒരു ഇതിൽ ഭയങ്കര തിന്നായിട്ടുള്ള ഡ്രസ്സും കരുതുന്നത് നല്ലതായിരിക്കും. യെസ്, സമ്മറിൽ നമുക്ക് എക്സ്പെഷ്യലി ബിക്കോസ് നമ്മൾ ശരീരം അഡാപ്റ്റ് ആയി -15 അങ്ങനത്തെ തണുത്ത ക്ലൈമറ്റിലോട്ട് അഡാപ്റ്റ് ആയി വരുന്ന സമയത്തായിരിക്കും നമുക്കിവിടെ സമ്മർ വരിക. സമ്മർ വരുമ്പോൾ നമ്മൾ ആദ്യമേ
സമ്മറിനോട് അഡാപ്റ്റ് ആവാൻ ടൈം എടുക്കും. അപ്പം മാക്സിമം ലൈറ്റായ ക്ലോത്ത്സ്, ഷോർട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. ഓക്കെ. പിന്നെ ഡ്രസ്സിൽ വരുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ. നിങ്ങൾക്ക് വലിയ നാട്ടിലത്തെ ഫസ്റ്റ് പോലത്തെ പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഫോട്ടോ എടുക്കാനോ ഇവിടെയും ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടാവലുണ്ട്. ഇടക്കൊരു ദിവാലി, ഇടക്കൊരു വിഷു, അങ്ങനത്തെ. ഓണത്തിന് നാട്ടിലുള്ള ആൾക്കാരും ഉണ്ട്. വേറെ യൂണിവേഴ്സിറ്റീസിലുള്ള ചില കൺട്രിയിലൊക്കെ നാട്ടില് ഇവിടെ എന്താ കൺട്രി, വേറെ കൺട്രിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. സോ നമുക്ക് പക്ഷെ ഓണം നമ്മുടെ നാട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ചില ആൾക്കാർ ഞാൻ പാരഡിക്ക് സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബുക്കാറയിലൊക്കെ ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. സോ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു കേരള സ്റ്റൈൽ എന്തെങ്കിലും എത്തനിക് വെയറും, പിന്നെ ഒന്ന് ഒരു നോർമൽ ലൈക്ക് ഒരു കുഞ്ഞ് അനാർക്കലി പോലത്തെയോ ഷറാറ പോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ലൈക്ക് യുവർ പേഴ്സണൽ പ്രിഫറൻസ് എന്തെങ്കിലും ഒരു എത്തനിക് ടൈപ്പ് സാധനം. എത്തനിക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കമ്മല്, മാല, വള ഇതൊക്കെ എടുക്കണം, മറക്കരുത്. അതുകൊണ്ട് സ്പെഷ്യൽ മെൻഷൻ ലൈക്ക് ഹീൽസ് അങ്ങനത്തെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ നാട്ടുകാർക്ക് അവര് ഷൂ കമ്പൽസറി, ലൈക്ക് ചപ്പൽസ് ഇട്ടിട്ട് ഇവിടെ പുറത്തിറങ്ങാം വിന്ററിൽ എന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്, പറ്റില്ല. എന്റെ ഞങ്ങളുടെ വേറൊരു റൂംമേറ്റിന് അവർക്ക് സോക്സ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവള് ചപ്പലിട്ട് പുറത്തിറങ്ങിയപ്പോ ലൈക്ക് ഇവർക്ക് തീരെ പറ്റില്ല. ആൻഡ് യൂണിവേഴ്സിറ്റിയിലും ക്രോക്സ് അല്ലെങ്കിൽ ചപ്പൽസ് ഇട്ട് നടക്കാൻ പറ്റില്ല. അവര് നമ്മൾ ലൈക്ക് ചീത്ത പറയും. അവർ നമ്മളോട് പറയും ഇത് യൂണിവേഴ്സിറ്റി ആണ്, ബീച്ചൊന്നുമല്ല ചപ്പൽസ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്ന്. സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ അലൗഡ് അല്ല. സോ ഒരു എന്താ പറയുക കവർ ചെയ്യുന്ന മാക്സിമം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചപ്പലിട്ടൊരു വിന്ററിലോ അല്ലെങ്കിൽ ഈ ചെറിയ തണുപ്പിലെ സമയത്ത് കൂടി പുറത്ത് നടക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതല്ല. ലൈക്ക് ദ ചാൻസസ് ഓഫ് us ഗെറ്റിംഗ് സിക്ക് ഭയങ്കര കൂടുതലാണ്. സോ ഒരു കാര്യം കൂടെ, ഷൂവിന്റെ കൂടെ നമുക്ക് ബൂട്ട്സും ആവശ്യം വരും. അത് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. അപ്പോൾ ലൈക്ക് ഷൂ മതിയല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ ബൂട്ട്സ് ഒക്കെ, ഷൂ മതിയല്ലോ. പക്ഷെ ഷൂ ഇട്ടിട്ട് നമുക്ക് പുറത്ത് മഞ്ഞിൽ കാല് കുത്താൻ പോലും പറ്റില്ല. അത് സ്ലിപ്പ് ആവലാണ്. അപ്പം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ലിപ്പ് വീഴും. കാരണം ബൂട്ട്സ് ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഇതെന്താണെന്നറിയോ, സ്നോ വന്നിട്ട് പിന്നെ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ സ്നോ. അപ്പൊ എല്ലാവരും അത് നടന്ന് അതൊരു ഐസിന്റെ ഇതൊരു ലെയർ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഐസിൽ നടക്കുന്ന എങ്ങനെയാ നമുക്ക് ചിന്തിച്ചൂടെ. അപ്പൊ നമ്മുടെ നോർമൽ ഷൂവിന് അതിനുള്ള ഗ്രിപ്പ് ഉണ്ടാവില്ല. അപ്പൊ ബൂട്ട്സ് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം കേട്ടോ. അവിടെ നിന്ന് വാങ്ങി വരരുത്, ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങിക്കാം. ഇത് ലൈക്ക് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് MBBS ആയതുകൊണ്ട് തന്നെ വൈറ്റ് കോട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അത് ഒരു 2 പേർ മതി. 2 പേർ മതി. അത് നിങ്ങൾ മാറി മാറി 1 വീക്കിൽ ഒരിക്കലക്കി ഇതാക്കി മാറ്റി നമുക്ക് ഇടാം. പിന്നെ ഇവിടെ യൂണിഫോമിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിന് ക്യാപ്പ് കമ്പൽസറി ആണ്. അത് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നത്. ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് മേടിക്കും. നിങ്ങൾക്ക് അതിന് ടൈം കിട്ടും മേടിക്കാൻ വേണ്ടിയിട്ട്. സോ വൈറ്റ് കോട്ട് 2 എണ്ണം എടുത്തോണ്ട് വരിക. ഓക്കെ. സ്ക്രബ്സ് പറയാൻ കാരണം സെക്കൻഡ് ഇയറിൽ ആവശ്യം ഞങ്ങൾക്ക്. ഇനി തേർഡ് ഇയറിലാണ്. സെക്കൻഡ് ഇയറിൽ ഞങ്ങൾക്ക് ക്ലിനിക്കൽസ് ഇല്ല. ഫസ്റ്റ് ഇയറിൽ ക്ലിനിക്കൽസ് ഉണ്ടായിരുന്നു. അതിന് സ്ക്രബ്സ് വേണം. നേവി ബ്ലൂ കളർ കമ്പൽസറി ആണ്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. യൂണിവേഴ്സിറ്റി റൂൾ ഉണ്ട്, പക്ഷെ എല്ലാവരും ഫോളോ ചെയ്യാറില്ല. പല കളർ ഇടും. എനിക്ക് റെഡ് ആണ് ഭയങ്കര ആഗ്രഹം. സ്ക്രബ്സ് ഇവിടെ എല്ലാവരും എന്തൊക്കെയോ കളേഴ്സ് ഇടല്. പക്ഷെ നേവി ബ്ലൂ ആണ് യൂണിവേഴ്സിറ്റി റൂളിൽ പറയുന്നത്. പച്ച ഇടുന്ന ആൾക്കാരുണ്ട്, കുറെ കളേഴ്സ് ഉണ്ട് യൂസ് ചെയ്യുന്ന. പക്ഷെ നമ്മളോട് നേവി ബ്ലൂ പറഞ്ഞത്. സോ നേവി ബ്ലൂ ആണ്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്സ് സാധനങ്ങളൊക്കെ എന്തായാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ലൈറ്റ് ബ്ലാങ്കറ്റ്, ചെറിയൊരു കുഞ്ഞു ബ്ലാങ്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സമ്മറിലും ലൈക്ക് നമ്മൾ വന്നിട്ടുള്ള കുറച്ച് പീരീഡില്ലേ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സമ്മറിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേങ്കിൽ നമുക്ക് വിന്റർ വരുന്ന സമയത്ത് ഡുവറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല കട്ടിയിലെ സാധനം തന്നെ വേണ്ടി വരും. അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു 700 രൂപ 800 രൂപയ്ക്ക് ഇവിടെ കിട്ടും, വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ ഹോസ്റ്റലും തന്നിട്ടും യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പറയാം. പക്ഷെ അത് കിട്ടാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടും. സോ അതിന് മുന്നേ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് കൈമൽ വെക്കുന്നത് എന്തുകൊണ്ട് സേഫ് ആണ്. പിന്നെന്താ ഞാൻ പറയാൻ വിചാരിച്ചു, ബെഡ്ഷീറ്റ് ഒരു 2 പെയർ ഓഫ് ബെഡ്ഷീറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാക്കാം. പിന്നെ നമ്മൾ ഇത് സ്പെസിഫിക് കമ്മ്യൂണിറ്റീസ് ലൈക്ക് ഹിജാബ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലൈറ്റ് കളർ ഹിജാബ് കമ്പൽസറി ആണ് ഈ നാട്ടിൽ എന്നല്ല, ഇവിടെ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ചിട്ട് ഡാർക്ക് കളർ ഹിജാബ് ഇടാൻ പറ്റില്ല. ലൈറ്റ് കളേഴ്സ് ആണ്. യൂണിവേഴ്സിറ്റി ആക്ച്വലി നമ്മളോട് ഡ്രസ്സ് തന്നെ ലൈറ്റ് കളേഴ്സ് ഇടണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് അത്ര സ്ട്രിക്റ്റ് റൂൾ അല്ല. പക്ഷെ ഹിജാബിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോടൊക്കെ ലൈറ്റ് കളേഴ്സ് ഇടണം. അവർ ലൈക്ക് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് പറയലുണ്ട് ലൈറ്റ് കളേഴ്സ് ഇടണം എന്നുള്ളത്. സോ അത് നോട്ട് ചെയ്യണം.
ഇത്രയാണ് ഡ്രസ്സസ് വരുന്നത്. ഇപ്പം തന്നെ കുറെ പറഞ്ഞു. ഉമ്മേ, ഇത് നല്ല ലെങ്ത് ഉണ്ടായിരിക്കും നിന്റെ മനസ്സ് പറയുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. കാര്യങ്ങളൊക്കെ നമ്മൾ കൺവേ ചെയ്യണല്ലോ. ഡ്രസ്സിന്റെ സെക്ഷൻസ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും മറന്നിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇത് ഞങ്ങൾ ഇപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കി. സോ ആ ഒരു ഓർമ്മയിലാണ് ഉണ്ടാക്കി. ചിലപ്പോൾ എന്തായാലും എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് അഥവാ എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നമുക്ക് ടാഗ് ചെയ്ത് ഇടാം, പിൻ ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെയാണ് സ്കിൻ കെയർ പറയുന്ന സമയത്താണ് ഞാനുണ്ടല്ലോ ഓയിലി സ്കിന്നാണ് എനിക്ക്. ഞാൻ എൻ്റെ വീട്ടിലായ സമയത്ത് ഇത്രയും കാലമായിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നത് തന്നെ. ഭയങ്കര ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഓയിലി സ്കിന്നൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. ഞാൻ 2 ലെയർ ഓഫ് മോയ്സ്ചറൈസർ വരെ ഇടാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് അങ്ങനെ ഡ്രൈ ആവുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ. വന്ന ഉടനെ തന്നെ അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഡ്രൈ, സമ്മറിലും ഡ്രൈ ആയിട്ട് തന്നെ ആയിരിക്കും. ഇവിടുത്തെ ഈ കൺട്രി വളരെ ഡ്രൈ ആണ്. ഇന്ത്യയിലെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്കത് ഫീൽ ആവത്തില്ല. സോ നാട്ടിൽ ഇപ്പൊ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് നന്നായിട്ട് സെറമൈഡ്സും അങ്ങനെയുള്ള ടൈപ്പ് 2-3 മോയ്സ്ചറൈസർ റെക്കമെൻഡേഷൻ നമ്മൾ താഴെ എവിടെയും കൊടുത്തിടാം. അങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സ് എന്തെങ്കിലും എടുക്കുക. അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണെങ്കിൽ കൂടി എൻ്റെ സ്കിൻ ഓയിലി ആണ് എന്ന് പറഞ്ഞ് മറ്റേ ചെറുങ്ങനെ ഹൈലറോണിക് ആസിഡ് പോലത്തെ കുഞ്ഞു സാധനത്തിൻ്റെ ഒക്കെ ലൈക്ക് മോയ്സ്ചറൈസേഴ്സ് ഇല്ലേ, അങ്ങനത്തെ എന്തായാലും നല്ല കട്ടിയില്ല മോയ്സ്ചറൈസർ. സെറമൈഡ്സും ഹൈലറോണിക് ആസിഡ് അങ്ങനെ എന്തെങ്കിലും വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടില്ല ഗ്ലിസറിനൊക്കെ വരുന്ന മോയ്സ്ചറൈസേഴ്സ് തന്നെ കൈമേൽ വെക്കുക. നാട്ടിലത്തെ പോലെ ഓയിലി സ്കിന്നുകാർക്കൊന്നും ഇവിടെ മോയ്സ്ചറൈസർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. മോയ്സ്ചറൈസർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ആണ്. അതേപോലെ തന്നെ ലിപ് ബാമും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോകും നിങ്ങളുടെ ലൈക്ക് കീറിന്റെ ഒക്കെ. ഞങ്ങളുടെ റൂംമേറ്റിന്റെ സ്കിന്ന് പൊളിഞ്ഞ് അവർക്ക് അവിടെ മുറിഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അങ്ങനെ സ്കിന്ന് തൊലി പൊളിഞ്ഞു പോകും. നാട്ടിലത്തെ മോയ്സ്ചറൈസേഴ്സ്, നാട്ടിലിപ്പോൾ നിങ്ങൾക്ക് സൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ട് നിങ്ങൾക്ക്, അത് അത്ര നിങ്ങളുടെ സ്കിൻ അത്ര ഓയിലിയോ അല്ല ഡ്രൈയോ ആക്കി ഫീൽ ആക്കാത്ത ഒരു മോയ്സ്ചറൈസർ ഉണ്ടെന്ന് വെച്ചോ, അത് ഇവിടെ വർക്ക് ആവില്ല. നിങ്ങൾക്ക് നാട്ടിൽ ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന നാട്ടിലിടുന്ന സമയത്ത് ആ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഓയിലി ആയിട്ട് ഫീൽ ആവണം, എന്നാൽ മാത്രമേ ഇവിടെ വന്നാൽ അത് വർക്ക് ആവുള്ളൂ. ഒരു സിമ്പിൾ ടിപ്പാണത്. പിന്നെ ലിപ് ബാം അല്ലേ പറഞ്ഞ, വാസ്ലിൻ വേണം. ഇതൊക്കെ ഞങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഒരാൾക്ക് അറിയാലോ അവരുടെ സ്കിന്നിന് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. സ്വന്തമായിട്ട് ലിപ് ബാം മസ്റ്റ് ആണ്, മോയ്സ്ചറൈസർ മസ്റ്റ് ആണ്. പിന്നെ വാസ്ലിനും കൂടെ ലൈക്ക് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം കാലിനൊക്കെ ലൈക്ക് ഡ്രൈ ആയിട്ട് ഓൾറൗണ്ടർ നമുക്ക് എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റും. സോ അതുണ്ട്. പിന്നെ എന്തെങ്കിലും ലൈക്ക് ഒരു ഓയില്, ബോഡി ഓയിലോ ലൈക്ക് എന്തെങ്കിലും ഒരു എണ്ണ, നിങ്ങളുടെ എണ്ണ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ കോക്കനട്ട് ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടൂല. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ ഇവ കൊണ്ടുവന്നാൽ എന്തായാലും കോക്കനട്ട് ഓയിൽ ഫ്രീസ് ആവും. സോ പറ്റാവുന്നത്രയും എന്താ പറയാ, ഞങ്ങളൊക്കെ മൈക്രോവേവിൽ വെച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെ എടുക്കല്, ചൂടാക്കി എടുത്തിട്ട് എടുക്കല്. സോ എന്തായാലും ഒരു എണ്ണ കൊണ്ടുവരാം. നിങ്ങൾക്ക് സ്കിന്ന് പൊളിയും, ലൈക്ക് മുഖം തന്നെ ഇത്ര ഡ്രൈ ആവും. കോക്കനട്ട് ഓയിൽ കയ്യിൽ വെക്കുന്നത് ഒരു നല്ലൊരു കാര്യം ആണ്. പിന്നെ ലൈക്ക് ഫ്രീസ് ആവാത്ത തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രീസ് ആവാത്ത വേറെ എന്തെങ്കിലും കോക്കനട്ട് ഓയിൽ അല്ലാത്ത എന്തെങ്കിലും ഓയിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഉപയോഗിക്കാൻ വേണ്ടി സുഖത്തിന് അതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കോക്കനട്ട് ഓയിൽ എടുത്ത് അത് ഭയങ്കര ഫ്രീസ് ആയിട്ടുണ്ടായിരിക്കും. അത് പിന്നെ ഓവനിൽ പോയിട്ട് അതിനേക്കാൾ നല്ലത് ലൈക്ക് നല്ല ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം. ആൽമണ്ട് ഓയിൽ ഫ്രീസ് ആവാറില്ല. ആൻഡ് ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടി കൂടുതൽ ഫ്രീസ് ആവും. കോക്കനട്ട് ഓയിൽ എല്ലാതും ഫ്രീസ് ആവും. പക്ഷെ വെർജിൻ കോക്കനട്ട് ഓയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് ഫ്രീസ് ആവുന്നത്. പക്ഷെ എന്നാലും ഫ്രീസ് ആവും കേട്ടോ. എങ്ങനെയായാലും കോക്കനട്ട് ഓയിൽ ഇവിടെ ഫ്രീസ് ആവും. പിന്നെ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ആംല ഓയിൽ, പിന്നെ വേറെ കുറെ ഓയിൽസ് ഉണ്ടല്ലോ തലേക്കുന്നത്, അതൊക്കെ നോക്കിയിട്ട് എടുക്കാം. പിന്നെന്താ സ്കിൻ കെയർ ഇതന്നെയല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ എന്താ സ്കിൻ കെയർ ചെയ്യുന്നതെന്നുള്ള ആ സാധനം എന്തായാലും എടുത്തിട്ട് വരാം. നെക്സ്റ്റ് എന്താണ് മെഡിസിൻ. പറഞ്ഞു മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പാരസെറ്റമോൾ, നമ്മളെല്ലാവരും നാട്ടിൽ ഇപ്പം മെഡിസിൻ എടുക്കാന്ന് പറഞ്ഞാൽ ബാൻഡേഡ്, പാരസെറ്റമോൾ, സിട്രസിൻ, ഈ 3 സാധനമാണല്ലോ ബേസിക് ആയിട്ട് വരുന്നത്. അത് പോരാ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എടുക്കുന്നതാണ് ഏറ്റവും സേഫ് ഓപ്ഷൻ. ബിക്കോസ് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 4 വട്ടം വൊമിറ്റ് ചെയ്യുക, 4 വട്ടം തലചുറ്റി വീഴുക, അങ്ങനെ
ഒന്നാമത്തെ കാര്യം ദൂരെയാണ്, വേറൊരു രാജ്യമാണ്, അപ്പൊ നമുക്ക് അസുഖങ്ങൾ പിടിക്കും. എനിക്ക് അസുഖങ്ങളൊന്നും വീട്ടിലായ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ തലമിന്നി വീണ് റെക്കോർഡ് തകർത്ത ആളാണ് ഞാൻ. അനാട്ടമി മാം എടുക്കുന്ന സമയത്ത് ഞാൻ തലമിന്നി വീണ്, ലൈക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ വീണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്, ഒരു 3-4 വട്ടം ഞാൻ ഇവിടെ നിന്ന് ലൈക്ക് വീണിട്ടുണ്ടായിരിക്കും. എനിക്ക് BP ലോ ആയിട്ടാണെന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. സോ ലൈക്ക് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. കുറെ വാക്സിനേഷൻ അങ്ങനത്തെ കുറെ ഹോസ്പിറ്റൽസിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ പോകേണ്ട ആവശ്യം എന്തായാലും ഉണ്ടായിരിക്കും. അതിന് കൂടെ തന്നെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളും എന്തായാലും എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഹോസ്പിറ്റലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് വേറൊരു കൺട്രിയാണ്. അപ്പം അതിന് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ഫീലൊന്നും അങ്ങനത്തെ ഇതൊന്നും കിട്ടൂല. നമ്മൾ ഈവൻ ദോ നമ്മളൊരു മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്, ഉള്ള ഡോക്ടേഴ്സിന് പ്രശ്നം എന്താ വരിക എന്ന് വെച്ചാൽ നമുക്കൊരു ലാംഗ്വേജ് ബാരിയർ ഡോക്ടറായിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഇന്ന് തലയുറ്റി വീണിട്ടുണ്ടെങ്കിൽ എനിക്കത് അവരുടെ അടുത്ത് പറഞ്ഞെത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ട്യൂട്ടറിനെ അവരൊക്കെ വിളിച്ചുകൊണ്ട് പോകണം. പക്ഷെ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ മാക്സിമം നമ്മളായിട്ട് തന്നെ ലൈക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സോൾവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോലെ കമ്പാരിറ്റീവ് കളറാം. സോ എല്ലാ സാധനത്തിന്റെയും മരുന്ന്, ആന്റിബയോട്ടിക്സ് വരെ ഞങ്ങൾ കൈമിൽ വെക്കലുണ്ട്. അലർജി വന്ന ആളാണ് ഞാനിവിടെ വന്നിട്ട്. കാരണം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മറ്റേ കമ്മ്യൂണൽ ബാത്റൂം ആണ്. നമുക്ക് വാഷിംഗ് മെഷീൻ നമ്മളെല്ലാവരും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലൈക്ക് ഓയിൻമെന്റ്സ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലത് തന്നെയാണ്. ലാക്ടോകലാമിൻ, കാൻഡിഡിന്റെ ക്രീം, കാൻഡിഡിന്റെ നോർമൽ ക്രീമും പിന്നെ കാൻഡിഡിന്റെ ബി ക്രീമാണ് ഇവർക്ക് സംഭവിച്ച സമയത്ത് ഡോക്ടർ പറയാറുള്ളത്. ദാറ്റ് വാസ് വെരി യൂസ്ഫുൾ. അത് പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരുന്നു. സോ കാൻഡിഡിന്റെ ക്രീം, ലാക്ടോകലാമിൻ ലോഷൻ, കാൻഡിഡിന്റെ ബി ക്രീം, പിന്നെ വരുന്നത് ലോഷൻ ആയിട്ട് നമുക്ക് സ്കിന്നിന് എന്താ പറയുന്നത്, കാൻഡിഡിന്റെ പൗഡർ, പിന്നെ കെറ്റോകോൺസാലസിന്റെ സാധനങ്ങള്, അത് ദാറ്റ് ഈസ് നൈസ്. പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് പിന്നെ ഇവർക്ക് ആക്ച്വലി അലർജി വന്ന സമയത്ത് മോക്സ്ക്ലാവിന്റെ ടാബ്ലറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പൊ അപ്പുറത്തെ റൂമിലുള്ള കുട്ടീൻ്റെ കയ്യിലുണ്ടായിട്ട് അവരെടുക്കുന്ന മേടിക്കുന്നുണ്ടായിരുന്നത്. സോ ഒരു ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഒരു മെഡിസിൻ എടുക്കുന്നതായിരിക്കും. ലൈക്ക് ആന്റിബയോട്ടിക്സ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളും ബേസിക് ആന്റിബയോട്ടിക്സും പിന്നെ വരുന്നത് എന്താ പറയാ പാരസെറ്റമോൾ, സിട്രസിൻ, അതെന്തായാലും പനി ജലദോഷം എന്നുള്ള രീതിയിൽ. പിന്നെ നേസൽ ഡ്രോപ്സ് ഇല്ലേ, എന്തായാലും ജലദോഷം പിടിക്കും, മൂക്കടയും ഭയങ്കരമായിരിക്കും. രാവിലെ 8 മണിക്കായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്, പക്ഷെ ഉറങ്ങാൻ പറ്റൂല മൂക്കടഞ്ഞിട്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ആകെയുള്ള ആശ്വാസം. ഈ 12 മണിയായിട്ട് ഉറങ്ങാണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കും ശ്വാസം കിട്ടാണ്ട്. സോ ഇതൊക്കെയാണ്. പിന്നെ വേപ്പറൈസറും മസ്റ്റ് ആണ്. ഒരു റൂമിൽ ഒരു വേപ്പറൈസറെങ്കിലും വേണ്ടി വരും. പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് വെയിറ്റ് കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാനും ഇവളും പിന്നെ ഞങ്ങൾ കുറച്ചിപ്പോ ഓൾറെഡി അറിയാം നിങ്ങൾ ഇത്ര പേര് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര പേര് റൂമിലാണെന്ന് ഓൾറെഡി അറിയാമെങ്കിൽ ഒരാളിപ്പം വേപ്പറൈസർ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റാൾ വേറെ എന്തെങ്കിലും എടുക്കുക. അങ്ങനെ ലൈക്ക് ഡിസ്കസ് ചെയ്തെടുക്കുക. എല്ലാം ഒരാൾ കൊണ്ടുവരാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. എല്ലാരും ഒരു റൂമിൽ വേപ്പറൈസർ കൊണ്ടുവരേണ്ടല്ലോ, ഒരു വേപ്പറൈസർ അങ്ങനെ എല്ലാരും എടുക്കുക. അതാണ് നോക്കണ്ടേ. പിന്നെ വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ഇല്ലേ, വൈറ്റമിൻ ഡി സ്പെസിഫിക്കലി. ഇവിടെ വെയിൽ എന്ന് പറയുന്ന സാധനം കുറച്ച് കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 7:30-8 മണിക്ക് വന്ന സൂര്യൻ 4 മണി ഒക്കെ ആകുമ്പോഴേക്കും സൂര്യനെ കാണുന്നുണ്ടാവും. സൂര്യൻ ടാറ്റാ ബൈ ബൈ എന്നിട്ട് പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ട് വരും. ഓൾമോസ്റ്റ് മെജോറിറ്റി പേർക്കും വരുന്ന ഒരു ഡെഫിഷ്യൻസി. നാട്ടിലുണ്ടായിട്ട് ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്ക് പൂർത്തിയാവും, തീരുമാനമാവും. സോ അത് പെയിൻ കില്ലേഴ്സ് പറഞ്ഞോ? ഇല്ല, പെയിൻ കില്ലേഴ്സും എടുക്കാം. എന്തെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ, ലൈക്ക് എന്തൊക്കെയോ ചെയ്തിട്ട് പെയിൻ കില്ലേഴ്സും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ എന്താ എക്സ്ട്രാ സപ്ലിമെന്റ്സ് പറഞ്ഞതല്ലേ ഉള്ളൂ. തലവേദന, മൈഗ്രെയിൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ മരുന്ന്, ജലദോഷം, എല്ലാരും അവരവിടെ അസുഖം നോക്കിയിട്ട് അതിനുള്ള മരുന്ന് എടുക്കുമായിരിക്കും അല്ലോ അല്ലേ. പിന്നെ പറ്റുവാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് എടുത്തോ. പ്രിസ്ക്രിപ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ എങ്ങനെ എയർപോർട്ടിൽ നിന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് വേണ്ട. അപ്പൊ പ്രിസ്ക്രിപ്ഷൻ എല്ലാത്തിന്റെയും പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റുന്ന അത്രയും കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തിട്ട് വരിക. വാങ്ങിച്ചു കഴിയുമ്പോൾ എന്തായാലും കിട്ടുമല്ലോ, അത് എടുത്തിട്ട് വരിക. വല്ല ബില്ലോ മെഡിസിൻ ബില്ലോ അങ്ങനെയാണെങ്കിലും മതി. പിന്നെ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ
മാക്സിമം പവർ ഏതൊക്കെയാണെന്നൊക്കെ ഓർത്തിട്ടൊക്കെ വരിക. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ലൈക്ക് നമുക്ക് ഇവിടെ എല്ലാത്തിലും ഞാൻ എക്സാമ്പിൾ ആണ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ പക്ഷെ ഇവിടെ കുറച്ചും കൂടെ റേറ്റ് കുറവാട്ടോ സ്പെക്സിന്. പവർ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ പോയിട്ട് വാങ്ങിക്കാം. ആ മാമീന്റെ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും സ്പെക്സ് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് ലൈക്ക് ഒരു നല്ലൊരു ഇതാണ്. മെഡിക്കേഷൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സും അത് ഡോക്യുമെന്റ്സിന്റെ ഞങ്ങൾ പറയാം. ഓക്കെ, പിന്നെ ബുക്സ് ആണ് വേണ്ടത്. ഇവിടുത്തെ ബുക്സിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇവിടെ പൊതുവെ ഗ്രിഡഡ് ആയിട്ടുള്ള നോട്ട്ബുക്സ് ആണ്. നമ്മളുണ്ടല്ലോ പണ്ടൊക്കെ മാത്സ് എഴുതി പഠിച്ചുള്ള നോട്ട്ബുക്ക് ഇല്ലേ, അതിന്റെ കുഞ്ഞ് ഗ്രിഡ് വരുന്ന നോട്ട്ബുക്സ് ആണ് ഇവിടെ പൊതുവെ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ നോട്ട്ബുക്സ് ആയിട്ടുണ്ടാവുക. സോ നമുക്ക് റൂൾഡ് നോട്ട്ബുക്സ് വേണം. എനിക്ക് എഴുതാൻ സുഖം നിങ്ങൾക്ക് അതാണ് എങ്കിലും നിങ്ങള് നാട്ടിൽ നിന്ന് ബുക്സ് എടുക്കാം. പക്ഷെ ഇവിടെ ബുക്സ് ഉണ്ട്. ലൈക്ക് ഇവിടുത്തെ ബുക്ക് ഞാൻ കാണിച്ചു തരാം, ഗ്രിഡഡ് അല്ലാത്ത. ഇതാണ് ഇവിടെ കിട്ടുന്ന നോട്ട്സ്. ഗ്രിഡഡ് അല്ലാത്ത റൂൾഡ് നോട്ട്ബുക്ക് ഇതാണ് ഇവിടെ ഉണ്ടായിരിക്കുക. എടുക്കാൻ നാട്ടിൽ നിന്ന് പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ ഈ ബുക്ക് അത്ര കോമൺ അല്ല. ഇവിടെ കൂടുതലും ഗ്രിഡഡ് ആയിട്ടുള്ള ബുക്സ് ആണ് കിട്ടുക. ഈ നാട്ടുകാരും അതന്നെ ഉപയോഗിക്കുന്നത്. സോ അപ്പൊ നമുക്ക് എന്താ പറയാ, അവരങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ബുക്കിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ ഒന്നോ രണ്ടോ കയ്യിൽ വെക്കാം, പറ്റുകയാണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. സത്യം. പിന്നെ ടെക്സ്റ്റ് ബുക്സ് ആണ്. ഇത് ബുക്കിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ബുക്ക് എടുക്കാതെ ഇരിക്കുമ്പോഴേക്കും വരുന്നുണ്ടായിരിക്കാം. ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് അനാട്ടമിയും ഹിസ്റ്റോളജിയാണ് ഫസ്റ്റ് ഇയറിൽ ഉള്ളത്. അപ്പോൾ ബുക്ക് ലൈക്ക് ചില ആൾക്കാരുണ്ടല്ലോ PDF ഒന്നും പറ്റില്ല, ബുക്ക് തന്നെ വേണം എന്നുള്ള, അവര് മാത്രം ബുക്ക് എടുത്താൽ മതി ഫസ്റ്റ് ഇയറിൽ. അല്ലാത്ത ആൾക്കാർ PDF, അതായത് നിങ്ങളുടെ ടാബ്ലറ്റ് ആണോ ലാപ്പ് ആണോ യൂസ് ചെയ്യുന്നത് അതിൽ നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. കാരണം ബുക്കിനൊക്കെ ഒരു ബുക്കിന് ഒരു 2 to 3 കിലോ എന്തായാലും വെയിറ്റ് വരും. സോ ഞങ്ങൾ അത്രയും ബുക്ക് എടുക്കുമ്പോൾ അതിന് വെയിറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ഒരു ബുക്കിന്റെ റെഫറൻസ് ആണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഇത്ര കട്ടിയുള്ള ഒരു ബുക്ക് ഉണ്ടാവും. ഒരു ഗൈഡ് ആൻഡ് ഹാളിന്റെ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. ഒന്നാമത്തെ കാര്യം അതിന് നല്ല എക്സ്പെൻസ് ഉണ്ട്, ബുക്കിന് നല്ല എക്സ്പെൻസ് ആണ് ബുക്ക്. അത് മാത്രമല്ല വെയിറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ വരും. ഞാൻ ഇപ്രാവശ്യം ബുക്ക് കയ്യിൽ പിടിച്ചിട്ടാ വന്നത്. ഞാൻ സീരിയസ്ലി കൈമേല് ബുക്ക് പിടിച്ചിട്ടാണ് ഞങ്ങള് വെയിറ്റ് അല്ലേ, അപ്പൊ നടക്കൂല ബാഗിൽ. ആ ഒരു 5 കിലോയിലെ ബുക്കിന് വേറെ നമുക്ക് സാധനം എടുക്കാലോ എന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. അതൊക്കെ കൈ പിടിച്ചാണ്. അത് ലൈക്ക് ഒന്നാമത്തെ ഞങ്ങൾ സെക്കൻഡ് ഇയർ ഓൾറെഡി ഇവിടെ കുറെ സാധനം ഉണ്ട്. എന്നിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്. ഞങ്ങൾ ബുക്ക് കഴിഞ്ഞ വർഷം കൊണ്ടുവന്നിട്ടില്ല, ഇപ്രാവശ്യമാണ് ബുക്ക് നോക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ടാബ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല. പിന്നെ ടാബ് എടുക്കണോ ലാപ്പ് എടുക്കണോ, ഏതാ നല്ല ടാബ്, ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ലൈക്ക് ഏത് ടാബാ നല്ലതെന്ന് പറയാനുള്ള ഐഡിയ ഒന്നും എനിക്ക് അത് ഇല്ല. പക്ഷെ ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ലാപ്പും ടാബും എടുക്കുന്ന സമയത്ത് ടാബ് ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. ബിക്കോസ് നമുക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് ടാബ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ടാബ് എടുക്കുക. പിന്നെ എഴുതാനൊക്കെ ലൈക്ക് സുഖം ടാബ് ആയിരിക്കും. എനിക്ക് എഴുതേണ്ട നിർബന്ധമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മുന്നിൽ ലാബ് കൊണ്ടുതന്നാൽ എനിക്ക് അത് നോക്കി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് ടാബ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഐപാഡ്, സാംസങ്, ഏതൊക്കെയോ റെഡ്മി, ഏതൊക്കെയോ ഏതാ നല്ലത് ചോദിച്ചിട്ടുണ്ട്. ഷവോമി, സാംസങ്, റെഡ്മി, ഐപാഡ്. ഞാൻ ഇത്രയും കാലം ഞാൻ എല്ലാവരും ടാബ് കിട്ടുന്ന സമയത്ത് ഞാനൊന്ന് വാങ്ങിയാൽ എഴുതി നോക്കും ഏതിലാണ് എഴുതാൻ സുഖം എന്നുള്ള. പക്ഷെ എനിക്ക് പൊതുവെ എഴുതാൻ കുറച്ചും കൂടെ സുഖമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് സാംസങ് നോട്ട്സിലാണ്. കുറച്ചും കൂടെ നമുക്ക് എഴുതാൻ സുഖം. പക്ഷെ ഐപാഡിലും കുഴപ്പമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഐപാഡേ എടുക്കുള്ളൂ. പക്ഷെ സാംസങ് എഴുതാൻ നല്ല സുഖമായിട്ട്. അത് നിങ്ങൾ ഏതാണോ ഇഷ്ടം നോക്കിയിട്ട് വാങ്ങിക്കുക. അത് കുറച്ചും കൂടി ടെക് അറിയാവുന്ന ആൾക്കാരെ ചോദിച്ചിട്ട് തീരുമാനിക്കുക. പിന്നെന്താ ബുക്സിലുള്ളത്? ടാബ്, ലാപ്പ്, സ്റ്റേഷനറി ഒക്കെ ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആണെന്നല്ല, പേനയ്ക്കൊക്കെ ഇവിടെ കുറച്ച് റേറ്റ്. അത് മാത്രമല്ല ജെൽ പെൻ ആണ് കിട്ടുക. ബോൾ പോയിന്റ് പെൻ കിട്ടാനുള്ള ഇത് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇല്ല എന്നല്ല, ഉണ്ട്. ആൻഡ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം സെല്ലോന്റെ പെൻ തന്നെ എഴുതി ശീലിച്ച ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം എടുത്തുകൊണ്ട് വരാം. നാട്ടിൽ നിന്ന് പെന്നൊക്കെ കുറച്ച് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ പെന്നൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. വെയിറ്റ് പറ്റുകയാണെങ്കിൽ വെയിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ടാബും ലാപ്പും വരുന്ന സമയത്ത് പറയാനുള്ള വേറൊരു റീസൺ ടാബ് എടുക്കാൻ പറയേണ്ടതെന്ന് വെച്ചാൽ, ക്ലാസ്സിലോട്ട് കൊണ്ടുവന്ന സമയത്ത് എന്തായാലും ക്ലാസ്സിൽ ഈ ലാറ്റിൻ പോലത്തെ സബ്ജക്ട്സ് ഒക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്, ലാംഗ്വേജ് സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പൊ റഷ്യൻ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവര് ഒന്നിക്കൽ നമ്മളോട് പറയും, ഒന്നിക്കൽ നിങ്ങൾ ബുക്ക് ഈ ബുക്ക് ആയിട്ടുള്ള സാധനം കൈമൽ വെക്കണം. ഇത് അതായത് ലാപ്പിലോ ടാബിലോ സാധനം വെക്കണം.
അല്ലെങ്കിൽ നമ്മള് ഫിസിക്കൽ കോപ്പി പ്രിന്റ് എടുക്കണം എന്നാ. എല്ലാ ദിവസവും ആ ലാപ്ടോപ്പിനുണ്ടാവും ഒരു 2-3 കിലോ. ആ സാധനം ബാഗിൽ തൂക്കിക്കൊണ്ട് പോകണം ക്ലാസ്സിൽ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ചില ആൾക്കാർക്ക് ലാപ്പ് യൂസ് ചെയ്ത് ശീലം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് അത് എടുക്കാം. പക്ഷെ നമ്മളൊരു ഇത് പറയുകയാണ് കൺവീനിയന്റ് കുറച്ചുകൂടി ഇത് വലിച്ചോണ്ട് പോകുന്നതായിരിക്കും സുഖം. അത് ഓണാക്കി അത് ഇതാക്കി അങ്ങനെ ക്യാരി ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു ഇതാണല്ലോ, ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ എനിക്ക് ലാപ്പ് എടുക്കാൻ ചിലപ്പോൾ തുറക്കു പോലും ഇല്ല. ഞാൻ കൂടുതലും ഫോണിനെക്കാട്ടിലും ഞാൻ ടാബ് യൂസ് ചെയ്യുന്ന ഒരു ആളാണ്. എനിക്ക് ഫോണിൽ സ്ക്രീൻ ടൈം കൂടുന്ന ഇഷ്ടമല്ല, പക്ഷെ ടാബിൽ ഞാൻ സ്ക്രീൻ ടൈം ആണെങ്കിലും പോകും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. സോ ടാബ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ലാപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞുതരാം. ട്രേസ് എടുക്കാം അസലായിട്ട്, നല്ല വൃത്തിക്ക് ട്രേസ് എടുക്കാം. നമുക്ക് ഫോണിലും ടാബിലൊക്കെ എടുക്കുമ്പോൾ മൂവ് ചെയ്യല്ലോ, ലാപ്പിൽ അനങ്ങത്തില്ല. അപ്പൊ നമുക്ക് ട്രേസ് ചെയ്യാൻ നല്ല സുഖമാണ്. വേണമെങ്കിൽ ഒരു ലാപ്പൊക്കെ ഒരു റൂമിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം PPT ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ യൂസ് ലാപ്പായിരിക്കും. PPT ഒക്കെ ആക്കാൻ വേണ്ടിട്ട്. അതിപ്പോ ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നാലും മതി, നോക്കിയും കണ്ട് നിങ്ങൾ ലാപ്പ് യൂസ് ചെയ്യണം നിർബന്ധമുള്ള ആൾക്കാർ ചിലപ്പോൾ റൂമിൽ ഒരാളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഓക്കെ അത് മതി. പിന്നെയാണ് നമ്മുടെ വലിയ കലാപരിപാടി കുക്കിംഗ്. സെൽഫ് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മെസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മൾ സെൽഫ് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. പറഞ്ഞ മമ്മി ഫസ്റ്റ് വേണ്ട കുക്കർ പറഞ്ഞു. അല്ല, പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് പറയണല്ലോ. അതിപ്പോ നിങ്ങള് പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് ഫോർക്ക് കപ്പ് ഒരു ബൗള് ഒരാൾക്ക് പേഴ്സണൽ യൂസിന് ആവശ്യമായി. എന്തായാലും ലൈക്ക് സ്പൂണും ഫോർക്കും ഒക്കെ 2-3 എണ്ണം എടുക്കാൻ നോക്കാം. ബിക്കോസ് എന്തായാലും ഇവിടുന്ന് ഒരെണ്ണം കാണണ്ടാവും. അതൊരു ബേസിക് യൂണിവേഴ്സൽ തിങ് ആണല്ലോ. ഒരു ഹോസ്റ്റലിൽ പോയിട്ട് ഒരു സാധനം കാണാണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ആണല്ലേ. ചെറുതായിട്ട് ഇപ്പൊ തണുപ്പ് തുടങ്ങി. ലൈറ്റ് പോയോ? ലൈറ്റ് പോകുന്നുണ്ട്. ഞങ്ങളെ കാണുന്നുണ്ടോ അറിയത്തില്ല ഇപ്പൊ. കുക്കിങ്ങിന് ഇത് പറഞ്ഞു. പിന്നെ കുക്കർ, ഒരു റൂമിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുക്കർ നിർബന്ധം ആണ്. ഓക്കെ, അപ്പൊ കുക്കർ നിങ്ങൾ കുക്ക് ചെയ്യുന്നതനുസരിച്ച് ഡിസൈഡ് ചെയ്തിട്ട് കുക്കർ എന്തായാലും എടുക്കണം. എന്നാൽ കുക്കർ വളരെ സുഖമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോറാക്കാൻ കറിയാക്കാൻ വേറെ എന്ത് സാധനം കുക്കറിലാക്കാനും ചെയ്യും. ഇവിടെ ഈ നാട്ടിൽ കിട്ടില്ല ആ സാധനം. സോ കുക്കർ ഇസ് എന്താ പറയാ ഒരു എപ്പിക് സാധനമാണ്. അതിനെന്തായാലും കൊണ്ടുവരണം. അപ്പൊ ആരാന്നിപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി അറിയാമെങ്കിൽ ഇപ്പൊ ഇത്ര പേരാണ് റൂമിലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുമിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഓക്കെ 5 പേര് ഞങ്ങളിപ്പോൾ 5 പേരാണ് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരാൾ കുക്കർ കൊണ്ടുവന്നു, ഒരാൾ പാൻ കൊണ്ടുവന്നു, ഒരാൾ ചായ പാത്രം കൊണ്ടുവന്നു, റൈസ് കുക്കർ. അങ്ങനത്തെ റൈസ് കുക്കർ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ റൈസ് കുക്കർ. നമ്മൾ ചോറ് വെക്കും, അതിലിറക്കി വെക്കും, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഭയങ്കര സുഖം, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ചോറാക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ആൾക്കാർ അരമണിക്കൂർ, ഞങ്ങൾ 5 പേർക്ക് ചോറാക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചോറിന് വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ലിറ്ററലി വെള്ളം വെക്കും തിളയ്ക്കും, അരിയും. അതിനകത്ത് അരി ഇട്ടിട്ട് ഒരു തള വന്നു കഴിഞ്ഞാല് അതെടുത്തിട്ട് ഞങ്ങൾ റൈസ് കുക്കറിൽ എടുത്ത് വെക്കും. അത് കൂടും. ഇത്രേ ഉള്ളൂ. ഭയങ്കര സുഖമാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ആണ് റൈസ് കുക്കർ. പിന്നെ ഒരു കെറ്റിൽ, ഒരു റൂമിൽ ഒരു കെറ്റിൽ എന്നുള്ള രീതിക്ക് ഒരു കെറ്റിൽ എടുക്കാം. പിന്നെ ഇപ്പൊ എന്താ, ഒരു വാട്ടർ ബോട്ടിൽ, ഒരു ലൈക്ക് അതെ വെള്ളം ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ എല്ലാവരും ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ 2 ലിറ്റർ ഒരു ദിവസം മിനിമം കുടിക്കണം എന്നില്ല. ഗ്ലാസ് കൊണ്ടുപോകണമെങ്കിൽ വേറൊരു കുഞ്ഞു ബോട്ടിൽ വാങ്ങിക്കും. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാൻ കുറച്ച് ബോട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ വലിയൊരു ബോട്ടിൽ കയ്യിൽ വെക്കുന്ന എപ്പോഴും നല്ലതാണ്. കാരണം എപ്പോഴെങ്കിലും ചിലപ്പോൾ വെള്ളം എന്തെങ്കിലും ഫിൽറ്ററിന് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പോയി വെള്ളം കിട്ടിയെന്ന് വരില്ല. സോ ഒരു ദിവസം കുടിക്കാനുള്ള ഒരു 2 ലിറ്റർ വെള്ളത്തിന്റെ ബോട്ടിൽ, മറ്റേ ക്യാൻ ഉണ്ടല്ലോ, അത് കയ്യിൽ വെക്കുമെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഫുഡ് ഐറ്റംസിൽ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സോയാബീൻ. നാട്ടിൽ നിന്ന് വരുമ്പോൾ മാക്സിമം സോയാബീൻ കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അതെന്തായാലും കൊണ്ടുവരുന്നതാണ്. 3-4 കിലോ കൊണ്ടുവന്നോ? നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ഇല്ല സോയാബീൻ കഴിക്കും. ഞാനൊക്കെ കഴിക്കുന്ന ആൾക്കാരോട്ടോ, ഇഷ്ടമല്ലാത്ത ആൾക്കാരെ 4 കിലോ സോയാബീൻ വെച്ചൊന്നും ചെയ്യാൻ പോലില്ല. അങ്ങനെ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ലൈക്ക് അച്ചാറ്, ചമ്മന്തിപ്പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ലൈക്ക് ചോറ് വെക്കും, ഞങ്ങൾ കറി വെക്കും. പിന്നെ അച്ചാറ്, ചമ്മന്തിപ്പൊടി, പുളിയിഞ്ചി, ഉപ്പിലിട്ടത്, കൊണ്ടാട്ടം, അത് ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വിഭവ സമൃദ്ധമാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോറ്, കറി, ഉപ്പേരിയാണ് ഈ സാധനങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതായിരിക്കും. പക്ഷെ ഇത് ഉള്ളിടത്തോളം കാലം നമുക്ക് കുറച്ചും കൂടെ ലാവിഷായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സത്യം. നാട്ടിലത്തെ ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ നമ്മള് ഇവിടെ ആ സാധനം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലെ സ്നാക്സ്, ഇവിടുത്തെ സ്നാക്സ് ഉണ്ടല്ലോ, കിളികളുടെ ഒച്ചയ്ക്കാണ് പുറത്ത്.
കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറയത്തില്ല ഞാൻ. സ്നാക്സ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് നാട്ടിലിടുന്ന മിച്ചർ ചിപ്സ് ഒന്നും ഇവിടെ കിട്ടൂല. ഇവിടെ ലേസ് മറ്റേ അത് കിട്ടും, ആ പൊട്ടറ്റോ ചിപ്സ് കിട്ടും. ഒരുമാതിരി എണ്ണ കാറിയ പോലത്തെ ഒരു, അത് നമ്മൾ അവിടെ വാങ്ങിക്കുന്നത് അല്ല, നോർമൽ നമ്മുടെ മറ്റേ പാക്കറ്റ് ലേസ് ഇല്ലേ അത്. പക്ഷെ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. ലേസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 10 രൂപക്ക് ലേസ് കിട്ടില്ല അവിടെ. 5 രൂപയ്ക്ക് കിട്ടിട്ടോ. അല്ല ഇവിടെ അല്ല, നാട്ടിൽ കിട്ടും 5 രൂപ സ്റ്റാർട്ടിങ്. 5 രൂപക്ക് ലേസ് ഇവിടെ കിട്ടില്ല. അപ്പൊ അത് കിട്ടുന്നത് കുറവെന്നല്ല, കിട്ടൂല. ഓക്കെ, അപ്പൊ നാട്ടിൽ നിന്ന് സ്നാക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായി. ഇവിടുത്തെ സ്നാക്സ് മെജോറിറ്റി സ്വീറ്റ് ആണ്. ഞാൻ സ്വീറ്റിന്റെ ആളല്ല, എനിക്ക് ഇങ്ങനത്തെ സ്നാക്ക് വേണം. അപ്പൊന്ന് വെച്ചാ അതുകൊണ്ടാണ് ഇവിടെ ഡയബറ്റിക്സ്. അത് വേറൊരു ഇവിടെ ഭയങ്കര ഡയബറ്റിക്സ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആംബ്യൂട്ടേഷൻ ഒക്കെ നമുക്ക് വളരെ കോമൺ ആണ്. ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ആംബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ അപ്പൊ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ മറ്റേ സ്റ്റിക്കൊക്കെ ഇല്ലേ, മധുരത്തിന്റെ സ്റ്റിക്കൊക്കെ, വേഫർ റോൾസ്, ആ സാധനങ്ങളൊക്കെ. അപ്പൊ മെജോറിറ്റി സ്നാക്സ് ഇവിടെ കാണാൻ കിട്ടാൻ നമുക്ക് സ്വീറ്റ് ആണ്. അപ്പൊ സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി സ്പൈസി സ്നാക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. സോ കൊണ്ടുവന്നത് would be better. സ്പൈസി, അത് സോൾട്ടി സാധനങ്ങളും ഇല്ല. ഇപ്പൊ നമുക്കൊരു ചിപ്സ്, നമ്മുടെ നോർമൽ ബനാന ചിപ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ സോൾട്ടി ആണല്ലോ, അതിന് വലിയ സ്പൈസ് ഒന്നും ഇല്ലല്ലോ. ആ സോൾട്ടി ഓപ്ഷൻ കൂടി ഇവിടെ കിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ലേസ് അല്ലാണ്ട് ലേസിന് പോലത്തെ ഒരു ചിപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊക്കെ ചെറുതായിട്ട് എണ്ണ കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമല്ല പേഴ്സണലി. അതായത് നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡോക്യുമെന്റ്സ് ആണ് അടുത്തത്. ഡോക്യുമെന്റ്സ് പറയുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ഒരു മൊമെന്റിൽ എന്തായാലും അത് ഫോട്ടോ എടുത്ത് അതിന്റെ PDF ഫോർമാറ്റ് ഫോണിൽ വെക്കുന്നത് ഭയങ്കര വലിയൊരു കാര്യമായിരിക്കും. ആ PDF ആണ് ഞാൻ ഇപ്പോഴും ആരെങ്കിലും പാസ്പോർട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് എടുത്ത് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ പാസ്പോർട്ടിന് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് അയക്കും. പാസ്പോർട്ട് നിങ്ങളെ കയ്യിലായിരിക്കും ഇല്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പാസ്പോർട്ടും കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണ്ടി വരും. അത് നിങ്ങൾ വരുന്ന ഏജൻസി അവരാരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. വാക്സിനേഷൻ, പിന്നെ HIV ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ എക്സ്റേ, നമുക്ക് TB ഇല്ല എന്ന് വെരിഫൈ ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയാ സർട്ടിഫിക്കറ്റ്സ്. ഫോട്ടോസ് വേണം. ഫോട്ടോസ് മസ്റ്റ് ആണ്. ഒരു 10 ഫോട്ടോ മിനിമം കയ്യിൽ വെക്കുക. എല്ലാ വർഷവും അത് ആവശ്യം വരും. എല്ലാ വർഷവും ഫോട്ടോ ആവശ്യം വരും. ഇപ്രാവശ്യം ഞാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. സെക്കൻഡ് ഇയർ ഞങ്ങൾ എടുത്തില്ല. എന്നിട്ട് അവിടെ താഴെ ചേട്ടന്മാർ പ്രിന്റർ ഷോപ്പിൽ പോയിട്ട് ചേട്ടാ കാലൊക്കെ പിടിച്ചിട്ടൊക്കെ എടുത്തിട്ടില്ല. ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആയിട്ട് വേണ്ടത്. ആൻഡ് നിങ്ങളുടെ ഫോണിൽ എന്തായാലും നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ കാർഡ്, പിന്നെ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഫോട്ടോ, പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കാർഡോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ കയ്യിൽ വെക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഫോട്ടോ നിങ്ങൾ ഫോണിൽ വെക്കുക. ഈ കോപ്പി ഉള്ളത് എപ്പോഴും സേഫ് ആണ് ഒരു കാര്യം. നിങ്ങൾക്ക് അത് ആവശ്യം വരും. ഓക്കെ. ആൻഡ് പാസ്പോർട്ടിന്റെ ഒക്കെ നമ്മുടെ കോപ്പി ഇല്ലേ, ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി, അതൊക്കെ കൈമേൽ വെക്കാം. അത് ഇവിടെ കോപ്പി എടുക്കാം കേട്ടോ. പാസ്പോർട്ട് കോപ്പി എടുക്കുന്നത് നല്ലൊരു കാര്യം. ഇപ്രാവശ്യം നമ്മളടുത്ത് പാസ്പോർട്ടിന്റെ കോപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഉള്ളത്. വിസയുടെ ഫോട്ടോ എടുക്കണേ മറക്കരുത്. വിസയുടെ ഫോട്ടോ എടുക്കണം. പിന്നെ നമ്മൾ എക്സ്ട്രാ എന്തൊക്കെയാണ് വേണ്ടത്? അഡാപ്റ്റർ വേണം. യൂണിവേഴ്സൽ അഡാപ്റ്റർ ഇസ് എ മസ്റ്റ് ഹാവ് തിങ് ഹിയർ. ഇവിടെ നമുക്ക് വാങ്ങിക്കിട്ടും. ഇവിടെ യൂണിവേഴ്സൽ അഡാപ്റ്റർ ആക്ച്വലി റേറ്റ് കുറവാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് ആമസോണിൽ ഓർഡർ ചെയ്ത് ഒരു 500 റേഞ്ചിൽ ഒരു അഡാപ്റ്റർ വാങ്ങി. ഞാൻ 2 ദിവസം ഉപയോഗിച്ചപ്പോഴത്തേക്ക് അത് അടിച്ചു പോയി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു. അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. അത് ആക്ച്വലി ഒരു 100 rupees ആ റേഞ്ചിലാണ്. അത് ഞാൻ ഞങ്ങള് ആരെങ്കിലും ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾ എടുത്ത് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. സോ അത് ആക്ച്വലി നല്ലൊരു ഇവിടെ ഒരു എങ്ങനെ പറയാം, നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടി വരും, ചാർജ് കുത്താൻ വേണ്ടി വരും. അപ്പം ആരുടെയും ഇപ്പം ലൈക്ക് 5 പേര്, ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ലൈക്ക് എല്ലാരും എടുക്കണം എന്നുള്ളതല്ല. എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. മാക്സിമം എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇപ്പൊ ഇത്രയും പറഞ്ഞ സാധനം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് 60-70 കിലോ ആവും. അത്രയൊന്നും ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആവശ്യമില്ല. എല്ലാവരും ഒരു റൂമിൽ എല്ലാവരും കുക്കർ കൊണ്ടുവരുന്നതിന് ആവശ്യമില്ലല്ലോ. ഇല്ല, നിങ്ങൾ അത്ര ഫുഡ് കൂടി ആക്കില്ല അത്ര. അപ്പൊ അഡാപ്റ്റർ വേണമെങ്കിൽ ഒന്നോ 2 എടുക്കാം. അതുണ്ടല്ലോ, നമുക്ക് ചാർജ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ആ സ്ലോട്ടിൽ അതിങ്ങനെ ലൂസ് ആയിട്ടാണ് നിൽക്കാം. മറ്റത് ഭയങ്കര ഫിറ്റ് ആയിട്ട് നിൽക്കും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതിന്റെ ഒരു ക്ലിപ്പ് എടുത്ത് കാണിച്ചു. അപ്പൊ ഇവിടുന്ന് വാങ്ങിക്കുന്ന എനിക്ക് അത് തോന്നി. പക്ഷെ വരുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ വേണമെങ്കിൽ നാട്ടിൽ നിന്ന് എടുത്തോളൂ എന്ന് പറയുന്നത്.
പിന്നെ പവർ ബാങ്ക് വേണമെങ്കിൽ പവർ ബാങ്ക് ഒരു മസ്റ്റ് ഹാവ് തിങ് ആയിട്ട് തോന്നിയിട്ടില്ല. വേണമെങ്കിൽ ഒരു റൂമിൽ ഒരു പവർ ബാങ്ക് വെക്കാം നിങ്ങൾക്ക്. ഇപ്പം എന്തെങ്കിലും എപ്പോഴെങ്കിലും കറണ്ട് പോയാലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തൊക്കെ കുറെ സമയം നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിലോ. ആപ്പിൾ ആൾക്കാർക്ക് ആപ്പിൾ മനുഷ്യർക്ക് മൊത്തം പവർ ബാങ്ക് ഒരു എന്താ പറയാ ബാറ്ററിക്ക് നല്ലതല്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഒരു നെസസിറ്റി, ഇപ്പൊ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷനിൽ പെടുന്ന സമയത്ത് പവർ ബാങ്ക് കയ്യിലുണ്ടാവുന്നത് ഒരു സേഫ് ആണ്. പിന്നെ ഒരു സ്പീക്കർ കാര്യം, അത് മാമിയുടെ ഐഡിയ ആയിരുന്നു. സ്പീക്കർ നമുക്ക് തോന്നുന്നുണ്ട് ലൈക്ക് എന്തെങ്കിലും നമ്മളിവിടെ മൂവി കാണുക, എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്ന സമയത്ത് ഒരു സ്പീക്കർ ഉണ്ടെങ്കിൽ നന്നായിനി നമുക്ക് തോന്നിയിട്ട്. പിന്നെ ഇടയ്ക്കൊരു പാട്ടൊക്കെ വെക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു സ്പീക്കർ ഈസ് നൈസ്. ഒരു കുഞ്ഞു സാധനം, കുഞ്ഞു സ്പീക്കർ. വലിയ സ്പീക്കറൊക്കെ എടുത്തോണ്ടെന്ന് ആരും നന്നായി കരുതി പ്ലീസ്. ഒരു കുഞ്ഞു സ്പീക്കർ, ബ്ലൂടൂത്ത് ഒരു കുഞ്ഞു സ്പീക്കർ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. ഇതൊരു മസ്റ്റ് സാധനമൊന്നുമല്ല, പക്ഷെ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ഹാവ് ഇറ്റ് എന്നുള്ളൊരിത്. പിന്നെ ഇയർഫോൺ അതെന്തായാലും എടുക്കുന്നുണ്ടായിരിക്കും. ഇയർഫോണോ ഇയർപോഡോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് എടുക്കുക. കാരണം ഇവിടെ നമ്മൾ നോർമലി ഇവിടെ എല്ലാവരും ഇയർഫോണോ എല്ലാതും യൂസ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ. നമ്മൾ നോർമലി ഫോണിൽ അങ്ങനെ ചെയ്യും വീഡിയോ കോളോ, നമ്മൾ കൂടുതൽ വീഡിയോ കോൾ ആയിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഇയർപോഡ്സ്, ഇയർഫോൺ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെക്കുക. ഓക്കെ, അയൺ ബോക്സ് 40 മിനിറ്റ് ഓക്കെ. പിന്നെ അയൺ ബോക്സ്, ഒരു റൂമിൽ ഒരു അയൺ ബോക്സ്. ഓക്കെ, അതും നിങ്ങൾ നോക്കി കണ്ടു ചെയ്യാം. പിന്നെ കെറ്റിൽ ഒരു റൂമിൽ നമ്മൾ പറഞ്ഞു നേരത്തെ എന്തോ പറയുന്നതിനിടയിൽ കെറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലെൻഡർ. അതൊരു അതിലേക്ക് ഫസ്റ്റ് ഇയർ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ റൂമിലായിരുന്നു അത് എല്ലാവരും വന്ന് ബ്ലെൻഡർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ലൈക്ക് ഇപ്പൊ സ്മൂത്തി അങ്ങനെ ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബ്ലെൻഡർ ഒരാൾക്ക് ഒരു റൂമിൽ ഒരാൾക്ക് മതി, ലൈക്ക് റൂമിൽ ഒന്ന് എന്നുള്ള രീതിക്ക് ഒരു ബ്ലെൻഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ 8 പേരുണ്ടാവും ഒരു റൂമിൽ. 8 പേര് മൊത്തത്തിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ 4 ആയാലും അല്ലെങ്കിൽ എങ്ങനെ ഡിവൈഡ്, ഇപ്പൊ 3, 2 അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെയാണ് ഒരുമിച്ചുള്ളത് അവരുടെ ഇടയിൽ ഒരു ബ്ലെൻഡർ അങ്ങനെ മതി, അത്ര മതി, അത് ധാരാളം. പിന്നെ വേപ്പറൈസർ പറഞ്ഞു. പിന്നെ കാർഡിന്റെ കാര്യമാണ് അടുത്തത്. കാർഡ് ഉണ്ടല്ലോ, ഞാൻ ട്രാവൽ കാർഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കാരണം വിഡ്രോവൽ ചാർജ് ഒക്കെ എനിക്ക് കുറച്ചും കൂടെ കുറവ് ട്രാവൽ കാർഡിന് തോന്നിയിട്ടുണ്ട്. പിന്നെ വിസ കാർഡാണോ മാസ്റ്റർ കാർഡ് എടുത്തുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് വിസ കാർഡ് എടുക്കാനാണ്. മാസ്റ്റർ എടുക്കുന്ന സമയത്ത് ഇവിടെ ലൈക്ക് ഇപ്പൊ കുറച്ചൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ കാർഡ് വിഡ്രോ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു, കാർഡ് ഇതാക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ദയവ് ചെയ്താലും റൂപേ അങ്ങനത്തെ കാർഡൊന്നും എടുത്തിട്ട് വരരുത് ഇങ്ങോട്ട്. ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടുന്ന 2 മാസ്റ്റർ കാർഡ് വിസ കാർഡും. അതിൽ കുറച്ചും കൂടെ നല്ലത് വിസ എടുക്കുന്നതാണ്. ട്രാവൽ കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ട്രാവൽ കാർഡ് ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. ഞാൻ കഴിഞ്ഞ വർഷം ട്രാവൽ കാർഡ് എടുത്ത് ഇപ്രാവശ്യം ഞാൻ എടുത്ത ബാങ്കിൽ തന്നെ ട്രാവൽ കാർഡ് ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ട്രാവൽ കാർഡ് എനിക്ക് മറ്റേ മാസ്റ്റർ കാർഡ് വിസ കാർഡ് ഒന്നും വേണ്ട, എനിക്ക് ട്രാവൽ കാർഡ് മതി. അപ്പോൾ വിസ കാർഡ് ലൈക്ക് വരുന്ന സമയത്ത് കാർഡ് എടുക്കുമ്പം വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് എടുക്കുന്ന സമയത്ത് കാനറ ബാങ്ക് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ റൈറ്റ് നൗ. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, പക്ഷെ അവരുടെയാണ് ഏറ്റവും കുറവ് ചാർജ് എടുക്കുന്നത്. ഞാൻ ട്രാവൽ കാർഡ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം എന്റെ കയ്യിൽ കറന്റ്ലി ഉള്ളത് ICICI ബാങ്കിന്റെയാണ്. ഞാൻ വേറെ ആയിരുന്നു യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ട്രാൻസാക്ഷൻ ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ യൂസ് ചെയ്ത ബാങ്കിന്റെ തന്നെ ട്രാവൽ കാർഡാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തത്. എനിക്ക് സ്വന്തമായിട്ട് ക്യാഷ് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതെനിക്ക് അത്ര വിഡ്രോവൽ ചാർജ് ഒന്നും അധികം പിടിയില്ല, കുറവാണ്. മറ്റേ നമ്മൾ യൂസ് ചെയ്ത ബാങ്ക് കാർഡിനെക്കാളും കുറവാണ് ട്രാവൽ കാർഡിന് പിടിക്കുന്നത്. SBI അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒന്നും ദയവ് ചെയ്ത് കാർഡ് എടുത്തിട്ട് വരരുത്. വിസ അല്ലെങ്കിൽ മാസ്റ്റർ, നിങ്ങൾ മുടിഞ്ഞു പോകും മക്കളെ, സത്യമായിട്ടും പറയണല്ലോ. ATM എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. പിന്നെ ക്യാഷ് കൺവേർഷൻ വരുന്നുണ്ടോ? ഞാൻ ഇന്റത് ട്രാവൽ കാർഡിൽ ഡോളർ, അപ്പൊ അവിടെ കൺവേർഷൻ വരുന്നുണ്ടല്ലോ സോമിൽ എടുക്കുമ്പോ, അപ്പൊ അവിടെയൊക്കെ പിടിക്കും. 1000 സംതിങ് എടുത്ത സമയത്ത് SBI-കാർക്കറ്റം 200-ന്റെ അടുത്തറ്റം പിടിക്കുന്നുണ്ട്. അത്രയൊക്കെ ഭയങ്കരമാണല്ലോ. ആലോചിച്ചോ, 1200 അങ്ങനെ പിടിച്ചിട്ടേ പോകുന്നു നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ. സോ ഇതാണ് കാർഡ്. പിന്നെ അടുത്തത് സിം. പറഞ്ഞോ. സിം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ രാജ്യത്ത് ഒരു ഫോൺ കൊണ്ടുവന്നാൽ ഫോൺ വാങ്ങിയത് കുടുങ്ങിയല്ലാണ്. വാങ്ങിണ്ടായിരുന്നു, പഴയ ഫോൺ മതിയായിരുന്നു. ഒരു പുതിയ ഫോൺ നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾ പെട്ടു, ഒരു വാക്കുമില്ല, പെട്ടു. അതാണ് ഏറ്റവും സിമ്പിൾ. 17 എടുത്തവർക്കൊക്കെ ലൈക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 17 പ്രോക്കാണോ അല്ലെ നോർമൽ 17-നും പൈസ കൊടുക്കണമെന്ന് പറഞ്ഞോളൂ. എന്തായാലും കൊണ്ടുവന്നിട്ട് ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് എത്രയോ ഡോളർ എക്സ്ട്രാ, എത്രയോ ഡോളർ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. ആ ഒരു ഫോൺ 17 Pro ആണ് കൊണ്ടുവരുന്നത്. 17 Pro ആണോ അല്ലെ 17 ആണോ കറക്റ്റ് ലൈക്കല്ല, 17 സീരീസിലെ ഏതൊരു ഫോൺ എടുത്താൽ നിങ്ങൾക്ക് കൊടുക്കാനുണ്ട് പൈസ. ആൻഡ് ഇവിടെ ഓക്കെ, ഈ പ്രോസസ്സ് ഞങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു,
ബാഗേജ് ക്ലെയിം എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങാൻ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിലായിട്ട് കസ്റ്റം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് എല്ലാവരും കാര്യമായിട്ടൊരു ഫോം ഫില്ല് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ അതിനൊരു ആപ്പ് വന്നിട്ടുണ്ട്, ഒരു ഓൺലൈൻ ആപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ തന്നെ നിങ്ങൾക്ക് കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്യാം. പിന്നെ അത് അവിടെ കൊണ്ടുപോയിട്ട് QR കോഡ് സ്കാൻ, ആ QR കോഡ് കൊടുത്താൽ മതി. അവരത് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഡിക്ലെയർ ആയി. അങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഓൺലൈൻ ആപ്പ് ഉണ്ട്. ആ ആപ്പ് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ആട്ടം നമ്മൾ ഡിസ്ക്രിപ്ഷനിലിടും. അപ്പം ആ ആപ്പിൽ നിങ്ങൾക്ക് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ട് സാധനം വരാം. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് IMEI രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് സ്ലോട്ട്, ഇപ്പൊ 2 സ്ലോട്ടുള്ള ഫോണാണെങ്കിൽ അത് സുഖമായിരിക്കും, 2 സ്ലോട്ടുള്ള ആൾക്കാർക്ക് സുഖമായിരിക്കും. പക്ഷെ iOS ഒക്കെ ഒരു സ്ലോട്ടാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഈസി ആക്കേണ്ടി വരും. ഞാൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു, മാമി അത് പറഞ്ഞു തരും. ഞങ്ങൾ രണ്ടുപേരും കുടുങ്ങിയിട്ടുണ്ട്. മാമി ഓൾറെഡി ഒന്ന് രജിസ്റ്റർ ചെയ്തു, പക്ഷെ പുതിയ ഫോൺ എടുത്ത്. ഞാനാണെങ്കിൽ നാട്ടിലെ സിം, എനിക്ക് GPay യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലെ സിം ഞാൻ ഇട്ടിട്ട് വന്നു. അപ്പൊ പിന്നെ എനിക്ക് സിം ഇടാൻ സ്ഥലമല്ലേ ഫോണില്. അപ്പോൾ ഇത് എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ GPay വർക്ക് ആവണമെങ്കിൽ സ്ലോട്ടിൽ സിം വേണം. സോ ആരും നാട്ടിലെ സിം നമ്മുടെ ഫോണിൽ വേണം GPay വർക്ക് ആവണമെങ്കിൽ. സോ ആരും ഈ ബുദ്ധിമോശം ചെയ്ത് സ്ലിം ഇവിടെ വന്ന് ഊരി കഴിഞ്ഞ് പിന്നെ ആ സിം തിരിച്ചിട്ടാലും GPayക്ക് പിന്നെ ഇതൊക്കെ OTP ഒക്കെ വേണം. അതിനൊക്കെ എയർടെൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് വരില്ല. എയർടെലും എനിക്ക് ഒന്ന് ഐഡിയ, വോഡഫോൺ, മിക്സ സിമ്മിന്റെ പേരെന്തായിരുന്നു എനിക്കറിയില്ല. ആ ഒരു സിമ്മിനും കൂടി ഇവിടെ കിട്ടും. ഈ 2 സിമ്മിനാണ് ഇവിടെ ലൈക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുള്ളൂ, ബാക്കി ആർക്കും വരുന്നില്ല. സോ ജിയോ ഒക്കെ ആണെങ്കിൽ കൊന്നുപോയാലും പ്രതീക്ഷിക്കരുത്, കിട്ടില്ല. അപ്പൊ നമ്മൾ റീചാർജ് ചെയ്താലോ ഇല്ല, OTP ഇവിടത്തേക്ക് വരുന്നില്ല. അറിയില്ല കേട്ടോ, ഞാൻ ജിയോ ആണ്, ഞങ്ങൾ 2 ജിയോ ആണ്. അപ്പോൾ OTP ഒക്കെ വേണ്ടി വരും നിങ്ങൾക്ക് ആദ്യം GPayലോട്ട് കയറണമെങ്കിൽ. അത് പറ്റില്ല, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ട്. ഫോൺ ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഊരരുത്. അഥവാ നിങ്ങൾക്കിപ്പം ബെസ്റ്റ് ഓപ്ഷൻ നാട്ടിലെ സിം ഈ സിം ആക്കിയിട്ട് വരിക, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അഥവാ മാമിയുടെ ഒരൊറ്റ ആളുടെ വാക്ക് കാരണം ഞാൻ ഈ സിം ആക്കാണ്ട് വന്നു. മാമിയാണ് അയ്യോ അതൊന്നും ചെയ്യണം, നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഈ സിം ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര പൈസ കളഞ്ഞു എന്നറിയാം. ഇവിടെ വന്നിട്ട് ആക്ച്വലി സെറ്റിംഗ്സിൽ പോയിട്ട് ഒരൊറ്റ ഓൺ ആക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ട്യൂട്ടോറിയലും ഇതിന്റെ ഒപ്പം നമ്മൾ ലിങ്ക് ചെയ്യാം. എങ്ങനെയാണ് നോർമലി നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഈ സിം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടെയും വിളിക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ അഥവാ ഫോണിൽ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ ലിറ്ററലി കോളിലോ ആരെങ്കിലും ലൈക്ക് നിങ്ങളുടെ സിം പ്രൊവൈഡറിനെ വിളിച്ചിട്ട് ഫോണൊന്നും ചെയ്യാൻ പറ്റും. ഈ സിമ്മിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് 2 ഓപ്ഷൻ ഉണ്ട്. ഇത് പറ രജിസ്ട്രേഷന് 2 സ്ലോട്ട് രജിസ്ട്രേഷൻ. ഇപ്പം IMEI രജിസ്ട്രേഷൻ ചെയ്യണം. അതെന്തിനാ ചെയ്യുന്നതെന്ന് കൂടെ പറ. നിങ്ങളുടെ ഫോൺ കാണാണ്ടാവുക അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അത് ട്രാക്ക് ചെയ്യാൻ ഗവൺമെന്റിന് പറ്റും. അതിനു വേണ്ടിയാണ് ഗവൺമെന്റ് നിങ്ങളോട് പറയുന്നത് IMEI രജിസ്ട്രേഷൻ. ഈ നാട്ടിലൊരു ഫോൺ കൊണ്ടുവരാൻ വലിയ ടാസ്ക്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളിപ്പോ ഫോൺ ഇപ്പൊ നിങ്ങൾ അതിൽ സിം ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് കസ്റ്റംസിൽ എന്തിനാ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ കസ്റ്റംസിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്തില്ല, ആ ആപ്പിലും ഡിക്ലെയർ ചെയ്തില്ല, പിന്നെ എയർപോർട്ടിൽ എത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്തില്ല. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നിങ്ങൾ IMEI രജിസ്ട്രേഷൻ ഇടണം. എന്തായാലും IMEI രജിസ്ട്രേഷൻ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഏത് സ്ലോട്ടിലാണോ സിം ഇടുന്നത്, ഇപ്പൊ 2 സ്ലോട്ടിലെ ഫോണാന്ന് വെച്ചോ, അതിൽ നിങ്ങൾ സിം ഇടുന്നു. ആ ഏത് സ്ലോട്ടിലാണോ ഇടുന്നത് ആ സ്ലോട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ആ സ്ലോട്ട് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. നിങ്ങൾക്ക് സിം ഇടാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ആ സ്ലോട്ടിൽ സിം ഇടാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ നല്ല പൈസയൊക്കെ കൊടുത്ത് 30% ഓഫ് ചാർജ് അവര് എന്തൊക്കെയാണ് പറയുന്നത്. കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്തില്ലെങ്കിലും, ആ കസ്റ്റം ഡിക്ലറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ആ സ്ലോട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമല്ലോ. അപ്പോൾ സ്ലോട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫോൺ ഇപ്പോൾ ഒരു iPhone 17 ആണെന്ന് വിചാരിച്ചോ, 1.5 ലക്ഷം രൂപ കൊടുത്ത് 1 ലക്ഷം കണക്ക് വെക്കുക, എന്നാലേ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു എളുപ്പമില്ല. 1 ലക്ഷം രൂപക്ക് നിങ്ങളൊരു ഫോൺ മേടിച്ചെന്ന് വെച്ചോ, അതിന് 30%, അതായത് 30,000 രൂപ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. എന്നാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ അറിയത്തില്ല എങ്ങനെയാണെന്ന് കറക്റ്റ്. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുള്ളൂ. ഇത് തെറ്റാണെന്ന് ആരെങ്കിലും അറിയുകയാണെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞിടാം. ഞങ്ങളെ ചീത്ത വിളിക്കരുത്. നമ്മൾ കേട്ട കാര്യങ്ങൾ പറയുക ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ IMEI സ്ലോട്ട് രജിസ്റ്റർ ചെയ്യണം. സ്ലോട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം, അല്ലെങ്കിൽ നിങ്ങള് നാട്ടിലെ സിം ഈ സിം ആക്കി 2 സ്ലോട്ട് ഉള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. ലൈക്ക് ഒന്ന് ഇവിടെ എന്തായാലും നിങ്ങൾ സ്ലോട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. അത് ഈ സിം ആണെങ്കിലും നിങ്ങൾ ഈ സിമ്മിന്റെ സ്ലോട്ട് നിങ്ങൾ
രജിസ്റ്റർ ചെയ്യണം. ഈ സിം ആണെന്ന് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാണ്ടിരിക്കുന്നത്. എന്തായാലും രജിസ്റ്റർ ചെയ്യണം. ഏതെങ്കിലും ഒരു സ്ലോട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഏതിലാണോ സിം എടുത്തത് ആ സ്ലോട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെ ചെയ്യണം? കഴിഞ്ഞ വർഷം വരെ അത് ഓൺലൈൻ ചെയ്യായിരുന്നു. ഇപ്രാവശ്യം ഉസുമിന്റെ ഓഫീസ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. അവിടെ പോയിട്ട് ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്തിട്ട് നിങ്ങളെ ഫോണും നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവല്ലോ ഓൾറെഡി. സോ ഫോണ് കൊടുക്കുക. എന്നിട്ട് അവരെന്നെ കണ്ടുപിടിച്ചോളൂ. അവർ ഫുൾ കണ്ടുപിടിച്ച് പിന്നെ അവർ നമുക്ക് എത്ര പേയ്മെന്റ് 84,000 സോമാണ് ഞങ്ങൾക്ക് ആവശ്യം വന്നത്. 600 റുപ്പീസിന്റെ അടുത്ത്. അപ്പം ആ പൈസ ഞങ്ങള് കൊണ്ടുപോയിട്ട് അവിടെ പുറത്ത് തന്നെ പൈസ ഇടേണ്ട സ്ഥലമുണ്ട്. അതില് ലാംഗ്വേജ് റഷ്യൻ, ഉസ്ബെക്ക്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ്റെ അകത്ത് കാണും. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് എടുക്കുക, റഷ്യൻ എടുത്തിട്ട് ആരും ബുദ്ധിമാന്മാരാവരുത്. അവിടെ തട്ടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനാണ് ബുദ്ധിമതി, അതന്നെ ഞാൻ തന്നെ. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ലാംഗ്വേജ് നോക്കിയിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് കാണും. അതെടുത്ത് നിങ്ങൾ എല്ലാം ബാക്കി മൊത്തം വായിച്ചാൽ മനസ്സിലാവും. പിന്നെ പൈസ ഇടേണ്ട സമയത്ത് പൈസ ഇടുക, ചെയ്യാ, സെറ്റ്. ഞാൻ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി സ്ലോട്ട് രജിസ്റ്റർ ചെയ്തു എന്റെ ഫോണില്. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ പുതിയ സിം ഫോണിൽ ഇട്ടു. പിന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പൊ എന്റെ ഫോണിൽ ഓൾറെഡി ഇന്ത്യയിലെ സിം ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടുത്തെ സിം ഇടാൻ എനിക്ക് സ്പേസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സിം ഈ സിം ആക്കേണ്ടി വന്നു. അപ്പൊ ഓൾറെഡി എന്റെ മറ്റേ സ്ലോട്ട് രജിസ്റ്റേർഡ് ആണ്. പക്ഷെ എനിക്ക് ഈ ഫോണിൽ ഈ സിം ഊരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ സിം ആക്കി. അപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പൈസ പോയി. ഇപ്രാവശ്യം ഞാൻ ഒന്നും കൂടെ ഈ സിമ്മിന് വേണ്ടി രജിസ്റ്റർ ചെയ്തല്ലോ. സോ അവിടെയും ക്യാഷ് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിം ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല, ഏതെങ്കിലും ഒന്ന് ഈ സിം ആക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ലോട്ടിൽ തന്നെ മാറി സിം ഇടാം. ഏതാണെങ്കിലും നല്ലതാണ്. ഏതാ വർക്ക്സ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ നോക്കി ചെയ്യാം. ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഷൗട്ട് ഔട്ട് ടു ഓൾ ദ ജിം ബ്രോസ് ആൻഡ് ജിം സിസ് അവർക്കാണ് ഇത്. ജിമ്മിനുള്ള ഔട്ട്ഫിറ്റ്, അതായത് നിങ്ങളുടെ സ്പോർട്സ് ബ്രാ ഗേൾസിന്, വെസ്റ്റ്, പിന്നെ ട്രാക്ക് പാൻസ്, സാധനങ്ങൾ അതൊക്കെ നിങ്ങളുടെ എന്താ സോ ആൻഡ് സോ ആ സാധനങ്ങളൊക്കെ എടുക്കുക. എയർ ഫ്രയർ നിങ്ങൾക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. എന്തുകൊണ്ടും ഞങ്ങളൊക്കെ ഇരുടായി കാണുന്നുണ്ടെങ്കിൽ സോ സോറി. ഇതിപ്പോ ലൈറ്റ് ഇവിടെ വെക്കാം. ഞങ്ങൾ 5 മണി എങ്ങാണ്ടായ സമയത്ത് എടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ 6 മണിയായി തോന്നുന്നു. 1 മണിക്കൂറാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ആദ്യമായിട്ടാണ് 3 ലെങ്ത് ഉള്ള ഒരു വീഡിയോ എന്റെ ചാനലിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം എയർ ഫ്രയർ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. മിറർ ഒന്നും വേണ്ടെന്ന് തോന്നി, ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക. മിറർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു ഹാങ്ങേഴ്സ് കയ്യിൽ വെക്കുന്ന നല്ല കേട്ടോ. ഒന്നല്ല, അത്യാവശ്യം ഹാങ്ങേഴ്സ് ഒരു 4-5 കയ്യിൽ വെച്ചോ. 10-20 എന്റെ ഡ്രസ്സൊക്കെ ഹാങ്ങറിലിട്ടെ. കാരണം നമ്മളുണ്ടല്ലോ എല്ലാരും ഒരു റൂമാണ് എടുക്കുന്നത്. സോ നമുക്ക് ഒരു റൂമിൽ 2 ഷെൽഫ് 4 ഷെൽഫാണ്. ലൈക്ക് എങ്ങനെ പറയാ, 2 ഷെൽഫ് ഉണ്ട്. അതിനകത്ത് ഒരു ഷെൽഫിൽ ഒരു സൈഡ് ഒരാള്, അടുത്ത സൈഡ് ഒരാള്, ഇത്രയും നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഹാങ്ങേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊളത്തിടാലോ. പിന്നെ ഓർഗനൈസർ എടുക്കുന്നതും നല്ലതായിരിക്കും. നിങ്ങളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് ഒരു ഓർഗനൈസർ എന്തെങ്കിലും കയ്യിൽ വെക്കുന്നത്. ആമസോണില് അതിന്റെ ഒക്കെ ലിങ്ക് ഇടും, എങ്ങനത്തെയാണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. അതിന്റെ ഒക്കെ ലിങ്ക് അവള് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കുറെ സമയമായില്ലേ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ മാമി ഇരുന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് എത്ര പോകുന്നുള്ളത് ഞാൻ ചിന്തിച്ചായിരുന്നു. സോ ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇടാൻ കാരണം എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണ്ടേ. അപ്പം ഞാൻ കുറച്ചും കൂടി ഡിലേ ആക്കണ്ട വിചാരിച്ചു. കാരണം എല്ലാവരും ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ. ഇത്രയല്ലേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് അഭിപ്രായം ആണെങ്കിലും കമന്റ് സെക്ഷനിൽ പറയണം. ഇനി അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് ഞാൻ പറഞ്ഞില്ല, എനിക്കത് വലിയൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര വലിയ യൂട്യൂബർ ആയതൊക്കെ ഞാൻ വിചാരിക്കും. ഒരാൾ ഞാൻ അവർക്കൊക്കെ കാണിച്ചെടുക്കും, മാമി നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് എനിക്കത് വലിയൊരു കാര്യമാണ്. നല്ലതായാലും ചീത്തയായാലും എല്ലാ ക്രിറ്റിസിസം ആൻഡ് എന്തായാലും ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഈസ് ഓൾവേസ് വെൽക്കം. എന്തായാലും കമന്റ് ഇട്ടിട്ട് പറയേണ്ടതാണ് എന്താണ് ഇനി വേണ്ടതെന്നോ അല്ലെ എന്ത് മാറ്റണം എന്നോ. അപ്പം ഇത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.